അയ്യോ ഇവിടെ നിന്ന് പനിനീർ ചാമ്പ എന്തിയേ? അത് ഈ അമ്മച്ചി വെട്ടിക്കളഞ്ഞത്. നല്ല സൂപ്പർ ചാമ്പയായിരുന്നു. എന്റെ പൊന്നു മക്കളെ, അതിന്റെ പൂവും കായും ഒക്കെ മുറ്റത്ത് വീണ് എപ്പോഴും വൃത്തികേടാ. എനിക്ക് മേലെ അതൊക്കെ തൂത്തോണ്ട് നടക്കാൻ. ഓ പിന്നെ പപ്പായി പപ്പായി പറയോ അതോ ഞാൻ പറയണോ? നീ അങ്ങ് പറഞ്ഞാ മതി. ഞാൻ 2 പ്രാവശ്യം കമ്പടിച്ചിട്ട കേസാ. ഇനി നാണം കടാൻ ഞാനില്ല. അളിയന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണേ ഫോർവേഡ് ചെയ്യാം. പപ്പായി ഞാൻ പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. നീ എന്നാന്ന് വെച്ചാൽ ചെയ്തേച്ചാ മതി കേട്ടോ. ഇന്ന് കുടിച്ചേക്കല്ലേ, നാളെ ഊതിച്ച ഓർമ്മയുണ്ടല്ലോ. എടി, അതിന് നമ്മളിന്ന് കമ്പിളികണ്ടം വഴിയാ പോകുന്നത്. അവിടെ ചെക്കിംഗ് ഇല്ല. ഡി അന്നേച്ചി, ഇന്നാളെ നമ്മുടെ പരീക്കണ്ടിയിലെ സാലിയാൻറ്റി ഇല്ലേ, അവര് കണ്ടപ്പം ചോദിച്ചു നമ്മുടെ സ്ലീവാച്ചിന് കല്യാണാലോചന ഒന്നും നടത്തുന്നില്ല ഇന്ന്. നീ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോടി? ഏതടി? എടി, നമ്മൾ റീനയുടെ കല്യാണത്തിന് പോയപ്പോഴേ നമ്മൾ ഊണ് കഴിച്ചോണ്ടിരുന്നപ്പോ നമ്മളടുത്ത് വന്ന് സംസാരിച്ചില്ലേ, ആ നീല ചുരിദാറിട്ട കൊച്ച്? അതാ വെളുത്തിട്ട് ഒരുപാട് മുടികൾ അതേ നീ. എന്റെ പൊന്നെ, ആ പെണ്ണോ? അതൊന്നും വേണ്ട. എന്തൊരു വണ്ണവാതിന്. നമ്മുടെ കൂട്ടുകാരെ 2 ഇരട്ടിയുണ്ട്. പിന്നെ നീ ഇപ്പൊ എല്ലാം കൂടെ ഒത്തു കിട്ടോടി? എടി, അതിനവർക്കറിയാവോ 10ാം ക്ലാസ്? പിന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണോ? അവർക്ക് കൂട്ടായി നന്നായിട്ട് അറിയാന്നേ. അവർക്കിപ്പോ അങ്ങനത്തെ നോട്ടമൊന്നുമില്ല. പിന്നെ തടി, അതിനാ കൊച്ചിന് അതിന് മാത്രം വണ്ണുണ്ടോടി? പിന്നെ ഉണ്ട്. അത് നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം. എടാ ഒരു അഭിപ്രായം പറഞ്ഞു പോടാ. നിനക്കൊക്കെ എപ്പോ വന്നാലും ഈ ഒരു കാര്യം വേറെ ഒന്നും സംസാരിക്കില്ല. കുട്ടായി, ഇച്ചിരി നേരം കൂടെ ഇവിടെ ഇരുന്നേച്ചും പോടാ. അവന് പോക്ക് കണ്ടില്ലേ? അതിനോടൊരു മനസ്സ് വന്നിട്ടേ. എന്നാ പറയാനാ മക്കളെ, നമുക്ക് പറയാനല്ലേ പറ്റൂ. ഒന്തി മരം കെട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. എന്റെ ഊഹം ശരിയാണെങ്കിലേ അളിയന്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്. ദയച്ചേ, കുട്ടായെ കുറിച്ച് അതും ഇതും പറയില്ല കേട്ടോ. എടി, വേറെ ഊഹാടി. പിന്നെ ഒരു ഊഹം. ഇന്നത്തെ കാലത്ത് ഊഹിക്കാൻ പോലും പറ്റത്തില്ലയോ? എടാ എന്നാ ഞങ്ങൾ ഇറങ്ങാം. കുഞ്ഞേച്ചി പറഞ്ഞ സീരിയസ് ആയിട്ടൊന്നും എടുക്കണം കേട്ടോ കുട്ടായി. ഓ, നീ ഒന്ന് പോയേ. അതിനാടാ അത് പറയുമ്പോ നീ ഒഴിവാകുന്നേ? ഈ നാട്ടിൽ ആരാടാ നിന്റെ പ്രായത്തിൽ കെട്ടാൻ ബാക്കിയുള്ളത്? ഇനി ജോഡിയില്ലേ ഇങ്ങനെ ഇതിനെ പിടിച്ച് വണ്ടി കയറ്റി. എടി ജെസ്സി, വന്ന് വണ്ടിയെ കയറി. ഗോപി കാണാൻ കേട്ടോ. ശരി അമ്മച്ചി, പോട്ടെടി. എന്നാ ഇറങ്ങട്ടെ കളിയാ. ഓ വാടി വേണ്ടേ? ചാച്ചനോട് മുത്താൻ തട്ടോ. ഇന്നു പകൽ മുഴുവൻ കരുണയോടെ സൂക്ഷിച്ചവനേ, നന്ദിയോടെ കൃപയാൽ അതിനു സദാ വന്ദനം ചൊല്ലിടുന്നേ. അന്നവസ്ത്രാദികളും ധനം സുഖം എന്നിവകൾ സഹിതം തന്നു നിൻ സന്നിധിയിൽ അതിനു സദാ വന്ദനം ചൊല്ലിടുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. സ്തുതി.
ഇരിക്കടാ. എടാ പിന്നെ നീ എവിടെ നിന്നാടാ കിട്ടുന്നത്? എറണാകുളത്ത്. അവിടെയൊക്കെ പോയി നീ എങ്ങനെ ഒപ്പിച്ചടാ? ചാലായിരുന്നു ശനെ ഫേസ്ബുക്ക് വഴി. പെണ്ണെങ്ങനെ ഉണ്ടാവേ? എന്നെ പോലെ ഒന്നല്ല വെളുത്തോട്ടാശനെ. പിന്നെ വിശ്വാസമല്ലേ? ഫോട്ടോ കാണിച്ചേ ഇത് കണ്ടില്ലേ? എന്റെ പൊന്നിടാവേ, ഒരു രക്ഷയില്ല. എടാ സുരേ, എടാ ബിനോയ് കേട്ടാ വീണ പെണ്ണെ കണ്ടോടാ. എടാ നോക്കടാ. ഇയാളെന്ന് പോടാവേ, ഇയാൾക്ക് ഒരു പണിയില്ലേ? ലോട്ടറിയാടാ ബിനു, ലോട്ടറി. ഇയാൾ കണ്ണു വെക്കില്ല സജീവ. ഓണത്തിന് വളച്ചു കുട്ടി എടുത്തതിന്റെ ബുദ്ധിമുട്ട് അവനറിയത്തുള്ളൂ. മതി നോക്കി വെള്ളം ഇറക്കിയത്. ആ ഓണം കൊടുത്തേ. നിന്റെ കല്യാണക്കല്ലടാ, നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? ഒരെണ്ണം മേടിക്കാവോ? എടാ ശനെ, ഓട്ടം വരണം വിളിക്കണേ. നീ ആ പൊറോട്ടക്കാരും പൊന്നി നടത്തിയേ എവിടെ കയറി. എടാ സ്ലീവച്ചാ, തിരിച്ചു വരുമ്പോ ആ ബാലഞ്ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു കന്യകയും മഹാരാജനവും വരുന്നതേടാ. ഓ ശരി ബാബേ. ഓക്കേ. മറിയം വെച്ചിട്ട് എങ്ങോട്ടാ? ഞാൻ ആശുപത്രി വരെ ഒന്ന് പോവുകയാടാ. ഭയങ്കര തലചുറ്റലും നടുവേദനയും. പിന്നെ എല്ലാത്തിനാ നീ ഒറ്റയ്ക്ക് പോണേ? ആ പിള്ളേരെല്ലാം വിളിച്ചു നോക്കില്ല. അവന്മാരോട് പറഞ്ഞ അവന്മാര് കൊണ്ടുപോകും. പിന്നെ ഞാൻ ഇവരുടെ ഒന്നും കാല് പിടിക്കാൻ പോകത്തില്ല. ഞാൻ ചാകുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയടാ. എടാ ആവുവേ, നിനക്ക് ഏതായാലും സുഖമില്ലാത്തതല്ലേ, ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് താടാ. കാരുണ്യുണ്ട്, ബമ്പറുണ്ട്. ഒന്നും വേണ്ട, നീ ആ കാറുള്ളത് കൂട്ടൊരെണ്ണെങ്കിൽ ഇപ്പൊ കാറൊന്നുമല്ല ചേട്ടത്തി, കാറൊക്കെ സർക്കാർ നിർത്തി. നിർത്തിയോ? എന്നാ വേണ്ടടാ. വീട്ടിലെത്ര സ്ഥലം നോക്കിയായിരുന്നു? ശരിയല്ലേ നോക്കി അല്ലേ? കണ്ണോട് കൊണ്ട് തൂന്തല്ലേ? ധൈര്യത്തോടെ ഉറപ്പിച്ചില്ലേ? 27 തികയല്ല. ഇതുപോലത്തെ പലിശൊക്കെ തല്ലിപ്പൊടിച്ചിട്ട് ഉള്ള കാര്യങ്ങളോട് വില പോലെ കിട്ടിച്ച. അയ്യോ, ഇത് പാറ്റിയപ്പോൾ മാറ്റി വെച്ച കാരണല്ലോ. ഗ്രേസ് ചിലപ്പോൾ എടുത്തിട്ടാണ്. ഇപ്പോൾ ഒരു 5 രൂപ 4 5 ഇതിൽ 290 രൂപ റീചാർജ്. ബാക്കി വണ്ടി കാശ് വെച്ചു. അപ്പൊ ഹോസ്റ്റൽ ഫീസോ? അതപ്പോ ഞാൻ ശനിയാഴ്ചക്ക് ഇപ്പം ഇട്ടേക്കാം. ഇട്ടേച്ചാ മതി. പിന്നെ ചെന്നത്തെ വിളിച്ചോക്കും ചെയ്യണം കേട്ടോ. വെച്ച് തിരുമാതെ കൊടുത്ത് വിടു കൂട്ടിച്ചാ. നിനക്കത് പറയാ. ട്രാൻസ്പോർട്ടിന് പോയിച്ചാൽ മതി കേട്ടോ. ഒറ്റ മുഖം പറയിച്ചാ 2,300. ആണ്ടൊക്കെ പോകണേ. ഓ അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന്. വയസ്സായ ഒരു അമ്മച്ചിയുണ്ട്. 2 ദിവസം നിന്നേച്ച് പോകാൻ പറഞ്ഞാൽ ഒരുത്തിക്കും കഴിയത്തില്ല. എന്നാൽ അവൾമാരുടെ ഉപദേശത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല. അവരുടെ അവസ്ഥ അതല്ലേ. ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിയന്മാരെ അല്ല. പിന്നെ ഇനിയുള്ള കാര്യം ഇതൊക്കെ പ്രതീക്ഷിച്ച് വെച്ചാൽ മതി. എനിക്ക് അതിനകത്ത് ഒരു പരാതിയില്ലെന്ന്. എല്ലാവർക്കും അവരുടെ തിരക്കിലൊട്ടിച്ചാ പോയേക്കുവാണോ? കൃഷി ഓഫീസർ ഒന്ന് പോണേ. എത്രയായിട്ടാ കൂട്ടി അവർക്ക്? വില വ്യത്യാസമൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ചത്തെ വില തന്നെ. എടാ, ഇതുവരെയുള്ളവരുടെ നിരീക്ഷണത്തിൽ മാതൃസസ്യവുമായിട്ട് ബന്ധമുള്ള വേറെ ഒരു ചെടിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഞാനും എന്നെ സാർ ചെയ്യണ്ടേ? നീ ഇനി ഒന്നും ചെയ്യണടാവേ. നമ്മളിത് നമ്മുടെ പാമ്പാടുംപാറയിലുള്ള സ്പൈസസ് ബോർഡിന്റെ റിസർച്ച് സെന്ററിൽ അയച്ച് ഇതിന്റെ ഓയിൽ കണ്ടന്റും കൂടെ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഭാഗം ഓക്കെ ആയി. അപ്പൊ സാറിന് എന്നേലുണ്ട് എന്നെ അറിയിച്ചാൽ മതി. ശരി, ഞാൻ അറിയിക്കോ. എന്നടാ കൂട്ടു സാർ? മരത്തിന്റെ പുറകിലെ സേഫായി. ചുമ്മാ ആരാ? അവന് തലയ്ക്ക് ഓളം വന്നേ. പേടിച്ചു പോയി ഞാൻ. ഞാനും. ഇത് കണ്ടോ ഒരു കോള്? ഒരു 496. പിന്നെ കുറെ മെസ്സേജും വരുന്നുണ്ട്. ഹായ്, ഹലോ, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു. നീ ഒന്ന് റിപ്ലൈ കൊടുത്തു നോക്കിയേ. എന്നാത്തിന്? ചുമ്മാ ആരാന്നൊക്കെ അറിയാലോ. ഓ, അതിന്റെ ആവശ്യമില്ല. പുതിയ ലൈരങ്ങാനും സെറ്റായാലോ ഒന്ന്. മാറിക്കേ. എന്നാ വെച്ചി? എന്നാന്നേ ഇന്ന് നിന്റെ കാശ്. ബെച്ചി എന്നാന്ന്? ബെച്ചി ചുമ്മാ ഇരുന്ന്. എനിക്ക് വേണ്ട. ബെച്ചി, നീ അതവിടെ വെച്ച നിനക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനുള്ളതല്ലേ? എന്റെ ബെച്ചി നീ ചുമ്മാ ഇരുന്നേന്നേ. ബെച്ചി ചുമ്മാ കളിക്കില്ല, ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എനിക്ക് വേണക്കൊന്നുമില്ല, എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ആ ബെച്ചി പോവല്ലേന്ന് അവിടെ ഇരിക്കുന്നു. ബെച്ചി ഞാൻ പറയുന്നത് നീ അവിടെ ഇരുന്ന്. ഞാൻ പോവാ. ഞാൻ എന്നാ ചെയ്തിട്ടാ നീ എന്നെ കോട്ടയത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടോ? അത് ആ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണ നീ കട ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റാത്തോണ്ടല്ലേ. എന്നാ വല്ല ഉത്തരവാദിത്വം. എനിക്ക് സാറ് പറഞ്ഞ കാര്യത്തിൽ അത്ര നടപടിയാണ് തോന്നില്ല. എടാ, ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി തങ്ങി ചാവുക. അപ്പോഴാണ് നിന്റെ ഒരു കണ്ടുപിടുത്തം, അതും ജൈവം.
എന്റെ പൊന്നടാവേ, ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ആൾക്കാർ ചെയ്യാത്ത എന്നാന്ന് വെച്ചാല് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവിലയിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇതെന്നാടാ ഇവിടെ ഇവിടെ എന്നാ നടക്കണേ? ഒന്നുമില്ല, ബെക്സി ചെറുതായിട്ട് ഒരു ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാന്ന് വിചാരിച്ചു വന്നാ. ഉണ്ണിയപ്പത്തിന്റെ അല്ല, നീ എന്നാ വെച്ചോടുക്കണേ? നീ കോട്ടയത്തേക്ക് പറഞ്ഞല്ലേ? ഇല്ല ഏട്ടായി, ഞാൻ വന്നപ്പോഴത്തേനും ബസ് പോയി. ഇനി 15 അടുത്ത ബസ്സുള്ളൂ. എന്നിട്ട് നീ അത് അപ്പച്ചായ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ ഞാൻ വിളിച്ച് പറയട്ടെ, നീ ബസ് നോക്കി ഇവിടെ പെട്ടെന്ന് അപ്പച്ചായ അവന്ന് പോയിട്ടുണ്ടാവൂല. പറയില്ല ഏട്ടായി, ഞാൻ അപ്പച്ചയുടെ പോയിന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പരിപാടി ഇവിടെ നടക്കുന്നത്? ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നു. ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി മതി, നീ കിടന്ന് ഉരുളണ്ട. എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ട് ഇവിടെ. കൊച്ചാ ബസ് കേട്ട് അപ്പച്ചായ വിളിച്ച് പറഞ്ഞോളാം. എന്നാ ഉണ്ണിയപ്പം നിനക്കുള്ള വന്നിട്ട് അറിയാം. ആഹാ, അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ? ഇതാടാ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്തെന്ന് പറഞ്ഞത്. വേറെ ആരെങ്കിലും ഒന്നുണ്ടല്ലോ എന്റെ തനി കൊണ കണ്ടേനോ. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങലടാവേ, അതും പെണ്ണ് കേസ്. എടാ പിള്ളേരല്ലേ, ഓരോ പ്രായത്തിന്റെ അല്ലേ ഇതൊക്കെ? ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല, ഇത് കാർന്നോക്കന്മാരുടെ നോട്ടക്കുറവിന്റെ. എന്റെ വിചാരം ഉണ്ടായ ആ കൊച്ചിനെ ബസ് കയറ്റി വെച്ച് പോയാൽ പറഞ്ഞു. നീ തുറന്ന് കിച്ചിക്കപ്പം അങ്ങോട്ട് പിടിച്ചേ. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിരിക്കുന്നു. ഇത് വെച്ചോ, നല്ല മധുരമുള്ള സബർജല്യ. പുള്ളിക്കാരനങ്ങനെ അപ്പച്ചനോട് വിളിച്ചു പറയല്ലോ. ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള. പുള്ളിക്കാരനങ്ങനെ പറയാൻ സാധ്യതയില്ല. ശ്രീവാച്ചൻ്റെ അരിഞ്ഞാണ്ടില്ല തുറന്നീ പേടിക്കണ്ട. മോളെ ഇവിടെ ആളുണ്ടോ? ഇല്ല. ചെയ്തു വെച്ചോ, ഞാൻ വിളിക്കാം. ഉറപ്പായിട്ട് കുട്ടീച്ചനെ വിളിച്ചു പറയണം. നീ ആ പുള്ളിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. പുള്ളി ഇതെല്ലാം അറിയണ്ടോ? അതിനൊക്കെ എൻ്റെ അപ്പച്ചൻ എന്നാ സ്ട്രിക്റ്റ് ആയിരുന്നറിയോ. നീ എന്നാ ഒന്നും മിണ്ടായിരിക്കണേ? നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല, ഭയങ്കര ഗൗരവമുള്ള വിഷയ. കറക്റ്റാ. ആ കണ്ടോ, നിനക്കത് കിട്ടി. അമ്മച്ചേ 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 അമ്മച്ചി അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല, ഇവിടെ ഇല്ല. അങ്ങോട്ടൊക്കെ പറയാതെ പോകുന്നേ. ആ ശരി, ഞാൻ വിളിച്ചു നോക്കട്ടെ. ആ വിളിക്കാം. അമ്മച്ചേ 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 അമ്മച്ചി 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 എന്നാ പറ്റി? അമ്മച്ചി നോക്കിയേ നോക്കിയേ. അമ്മ അമ്മച്ചി അമ്മച്ചി അമ്മ അമ്മച്ചി 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 എന്നാ പറ്റി? അമ്മച്ചി അമ്മച്ചി നോക്കിയേ. അമ്മച്ചി എന്നാ പറ്റി? അമ്മച്ചി അമ്മച്ചി എന്നാ പറ്റിയേ? എടാ എന്തിയാടാ അമ്മച്ചി എന്തിയേ? ഞാൻ നോക്കുമ്പോ അമ്മച്ചി അടുക്കളയിൽ ബോധമില്ലാണ്ട് കിടക്കോടി. അയ്യോ അമ്മച്ചി, എന്നാ പറ്റി അമ്മച്ചി? ഒന്നുമില്ല മക്കളെ, തലയൊന്ന് കറങ്ങിയതാ. തല വല്ലോടത്ത് പിടിച്ചോ? ഇല്ല. നമുക്ക് ആശുപത്രി പോയാലോ? വേണ്ട ഇല്ലേ, ആ ഗുളിക ഇങ്ങെടുത്തേ. ഇപ്പൊ എടുക്കാം അമ്മച്ചി. നീ എവിടെ പോയി കിടക്കുവായിരുന്നോ കുട്ടായി? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സുഖമില്ലാത്ത അമ്മച്ചിയെ തനിച്ചാക്കി അങ്ങ് പോവരുതെന്ന്. ഒന്നെങ്കിൽ നീ സന്ധിക്ക് മുമ്പ് വീട്ടിലെത്തണം, അല്ലെ വീട്ടിലാണുണ്ടാവണം. അതെങ്ങനാ? എത്ര പറഞ്ഞാലും നിന്നെ തലയിൽ കയറത്തില്ലല്ലോ.
ഇന്നലെ അമ്മച്ചി കുറെ നേരം ആ തറയിൽ തണുപ്പിടിച്ച് കിടന്നു തോന്നണം. ഇല്ലെന്നേ, സന്ധ്യ വരെ ലില്ലി ഉണ്ടായിരുന്നു അവിടെ. ആ ചെറുക്കനൊറ്റയ്ക്കുള്ളതെന്ന് പറഞ്ഞ അമ്മച്ചി തന്നെ പറഞ്ഞു വിട്ട്. ഞാനാണ് ആ സമയത്ത് സിറ്റിലോട്ടും പോയി. എന്നാലും കോയിച്ചടാ, ആ കിടപ്പൊന്ന് കണ്ടായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരാളുമ്പോഴുള്ള വീടായിരുന്നടാ നമ്മുടെ. ഇപ്പൊ അമ്മച്ചി ഒറ്റയ്ക്ക്, കൂട്ടിനൊരാൾ പോലും ഇല്ലാതെ. വല്ലാത്തൊരവസ്ഥ തന്നെയാടാ അത്. കാരണവന്മാരെ നോക്കാൻ പറ്റില്ല, പിന്നെ എന്നെ കൊണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. അതൊക്കെ അവനോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അച്ചായ ഇതാ ചക്ക. അതിന്റെ ഇപ്പുറത്തോട് ഇട്ടേ അച്ചായ. ഞെടുപ്പെടുത്താൻ കിട്ടണ്ടേ? ഇപ്പുറത്ത് മാറി വലിച്ചേ, വലിച്ചോ. എന്റെ മാതാവേ, ഈ അച്ചായന്റെ കാര്യം ഇത് മുറുകുന്നില്ലല്ലോ അച്ചായ, കെട്ട മുറുകുന്നില്ലല്ലോ. നീ വഴക്കമുള്ള ഒരു വഴക്കച്ച് രണ്ടെണ്ണം മറിച്ചോണ്ട് വന്നു അവിടെ നിന്ന്. ഇവനെന്നെ രാവിലെ വരുന്നത് ചക്കേട്ടോണ്ടിപ്പോ വാക്കത്തി കഴിഞ്ഞു പോയടാ. എന്നാണോ വിശേഷം? ഇതെന്നോട് ഈ കൊക്ക മുഴുവൻ പനിച്ചു പോയല്ലോ. ഈ പനിയും മരപ്പെട്ടിയായിട്ട് ഒന്നും കിട്ടാനിടാവേ, നഷ്ടമാ. നീ ടൗണിൽ പോയില്ലേ? കുറച്ച് തുറിച്ചടിക്കാൻ പറയാൻ പാടില്ലായിരുന്നു. ആ ഓണച്ചുണ്ട് പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പ് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. നീ ചുമ്മാ അറിയണ്ട. ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു കുഴൽ വാങ്ങിയാൽ എത്ര നാളായിട്ട് ഞാൻ പറയണ കുട്ടിച്ചാ. നീ എന്നാ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ? പറടാവേ. എനിക്ക് കെട്ടണം കുട്ടിച്ചോ. എന്നാ കെട്ടിക്കോ. ഇതല്ല, പെണ്ണ് കെട്ടണമെന്ന്. ആന ഇപ്പൊ അങ്ങനെ ഒരു തോന്നലേ. കൊറേ ആലോചിച്ചു, എന്നാലും വീട്ടിലൊരാൾ വേണോന്ന്. എടാ മാനെ, നിനക്ക് നല്ല എത്ര കല്യാണക്കാരെ ഞാൻ കൊണ്ടുവന്നാ. നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞാൽ മാറ്റിവിട്ടില്ലേ? എടാ ഒരു 6 മാസം മുമ്പ് കോതോങ്കലത്ത് നിന്ന് നിനക്കൊരു മിടുക്കി പെണ്ണിൻ്റെ ആലോചന കൊണ്ടുവന്നാ. അപ്പം നീ എന്നാ പറഞ്ഞു? ചാച്ചനെ അമ്മച്ചിനെ നോക്കാൻ ഞാനുണ്ട്, പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ല എന്ന്. അതപ്പോഴല്ലേ. ഇപ്പോഴെന്തെങ്കിലും നല്ല കസ്റ്റഡിയുണ്ടെങ്കിൽ പറ, പെട്ടെന്ന് ഇറങ്ങണം. അതിനാ പെങ്കുച്ചിനെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ ഓരോരു പെങ്കുച്ചിനെ അവിടെ കിട്ടും. പിന്നൊരു കാര്യം, എനിക്ക് ഒരുപാട് കണ്ടോടക്കാനൊന്നും പറയത്തില്ല. മതിടാ, എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവരണം വേണ്ടേ? എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായിപ്പോയി. എന്നാണേലും എല്ലാവരും പറഞ്ഞ പരാതി അങ്ങ് മാറ്റേ. വള്ളേന്തേടി അതിന് അവൻ സമ്മതിക്കണ്ടേ കുട്ടിയച്ച? അവൻ സമ്മതിച്ചമ്മച്ചി. ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു. അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു. അച്ഛന്റെ പെങ്ങടെ മോളാ, അംഗവാലിക്കാരാ, നല്ല മിടുക്കത്തി പെങ്ങോച്ച. പറഞ്ഞു കൊടുക്കച്ചു. അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ. കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്കമാലിൽ താമസിക്കുന്നത്. ഈ മോളുടെ പപ്പ, അതായത് അളിയൻ, കൊച്ചിന് ചെറുപ്പത്തിലെ മരിച്ചു പോയതാ. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുക. ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല. ഈ ആങ്ങളെ കൊച്ചു എന്നായി വെച്ചാ? അവനും ഭാര്യയും ഗൾഫിലാ, നേഴ്സുമാരാ. ഇപ്പോൾ ഒരു നാട്ടിലുണ്ട്. അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കൊച്ചിന്റെ പേരെന്നാച്ചാ? റിൻസിന്നാ. നമ്മുടെ സ്ലീവാച്ചിന് ചേരും. ആണോ? കുട്ടിയച്ച ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അവനെയും കൂട്ടി ഒന്ന് പോയി കാണ്. റിച്ചാർഡേ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലത്. ചുമ്മാ ഒന്ന് അന്വേഷിക്കാതി പയ്യന്റെ വീട്ടിലെ സെറ്റപ്പ്. പിന്നെ ഒറ്റ മോനാ. അല്ലാതെ അവരും രക്ഷപ്പെടുമോ നോക്കട്ടെ. ബാക്കിയുള്ള ഞാൻ സംസാരിച്ചില്ല കേട്ടാ. അതെന്താന്ന് വെച്ചാൽ കണ്ടറിഞ്ഞിട്ട് റെൻസ് മുകളിൽ കൊടുക്കാനുള്ള എന്താ വെച്ചാൽ കൊടുക്കും. അത് ഓർത്ത് ടെൻഷൻ വേണ്ട. നമ്മുടെ കാര്യോ നിക്ക്. പോയിട്ട് വരാം. ശരി, വിട്ടാലോ? പോവാം. പിടിച്ചു. അപ്പൊ കാണാം. അപ്പനെ വിളിച്ചോളട്ടെന്നാ. ഓക്കെ. ശരി. ഹലോ, റിച്ചാർഡല്ലേ? അതെ. ഞാൻ കുട്ടിച്ചനാണ്. ആ, നമ്മുടെ എൽദോസച്ചൻ പറഞ്ഞേച്ച് പെണ്ണ് കാണാൻ വരുന്നവരാ. ഞങ്ങളിപ്പോ ഇത് അങ്കവാലിയല്ലടാ. ഞങ്ങളിപ്പോ അങ്കവാലി എത്തി. ഇനിയിപ്പോ അങ്ങോട്ട് വരേണ്ട വഴിയൊന്ന് കൃത്യം ഒന്ന് പറഞ്ഞുതരാമോ? അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ വലത്തേക്ക് ബി റോഡ് റോട്ടിൽ കയറിട്ടൊന്ന് വിളിച്ചാൽ മതി. ആ ശരി. ആരെ വിളിച്ചേ? എൽദോസച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു പൈൻ്റെ കാര്യം. ആ പൈനും കൂട്ടും വന്നിട്ടുണ്ട്. LF എത്തി. അവരോട് വരാൻ പറ, അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്നിട്ടോ? എന്നിട്ടെന്താ, 2 ദിവസം കഴിയുമ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് വിളിച്ചു പറഞ്ഞാ പോരെ? പരിപാടി കഴിഞ്ഞോണ്ട് ഇറങ്ങിയ കേട്ടോ. അതെ അതെ. കൊച്ചല്ലേ റിച്ചാർഡ്? കുട്ടിച്ചൻ. അതെ. പയ്യൻ ഇത് തന്നെ. വായോ. അതെ, അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് താത്തേക്ക് വന്നേ. നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് വിടറാ. ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന്? ഹൈ,
വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും. ഒരു അപ്പം കൂടെ ഉണ്ട്, ഒന്ന് വന്നെണ്ട്. ഞാൻ കുട്ടിച്ചൻ. എൽദോസച്ചൻ്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഇത് സ്ലീവാച്ചൻ. എന്ത് ചെയ്യുന്നു? കൃഷിയാ. കൃഷി എന്ന് പറയുമ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ. റബ്ബറാ മെയിൻ. പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 65 ഏക്കർ ഇവൻ്റെ പേർക്കുള്ള. പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു 3 നില കെട്ടിടമുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തേക്കാ. ശരിക്കും ആ വാടക മതി. നീ ആണോ കുത്തുന്നേ? ഉള്ളതല്ലേ പറഞ്ഞ്. പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ 4 പെണ്ണുങ്ങളാണ്. അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു. ഇപ്പം ഇവനും അമ്മച്ചി മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ താമസിക്കാനായിട്ട് മേലാണ്ടിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. ഒന്ന് കാണാൻ പറ്റൂ? പിന്നെന്താ കാണാലോ. അമ്മച്ചി ഇവര് നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ ഒരുപാടുണ്ടോ അമ്മച്ചി? കുറവുണ്ട്. മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റാ. കുഴപ്പമില്ല, ഫിസിയോതെറാപ്പിക്ക് ഉള്ളതാ. ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ? ഇതന്നെ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ടേക്കണേ. ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ, എപ്പോഴും നല്ല വായുസഞ്ചാരം ഉണ്ടാവണം. ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നേ. നോക്കിയേ, അല്ലേ അമ്മച്ചി? മോനെ ഏതാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സ്ലീവാ. അമ്മച്ചിയുടെ മോളെ പെണ്ണാണാ വന്ന ഹൈ റേഞ്ചിൽ നിന്ന്. ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്തെ? കരുവാളിച്ചിട്ടുണ്ടല്ലോ കാല്. ആ അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ? ഇല്ല. ആ രക്തോട്ടം ഇല്ലാത്തതിന്റെ. നമ്മുടെ ഈ തൊട്ടാവാടി ഇല്ല അമ്മച്ചി, തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിയും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി. രക്തം നല്ല സൂപ്പറായിട്ട് ഓടും. അത് നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടിയല്ല. ആണോ? നമ്മുടെ അവിടെ പറമ്പ് ഒത്തുക. ഞാൻ വേണേ അറിയുമ്പോൾ കുറച്ച്, അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ. എന്നാ സുഖമാണെന്നറിയോ? നല്ല ശുദ്ധവായും വെളിച്ചവും. അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖം മാറുന്നേ. എൽദോച്ചൻ മോന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്താ പിന്നെ അമ്മച്ചി കിടന്നു? ഞങ്ങൾ ഇറങ്ങിക്കോ. 20 രൂപ അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയേ. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ. ആന്റിയെ ചായ കാപ്പിയൊന്നും എടുക്കല്ലേ, ഞങ്ങൾ വഴി നിന്ന് കുടിച്ചേച്ചാ വന്നേ. ഒരു ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ചിട്ട് വന്നേ. ഒന്നുമില്ലെങ്കിലും പെണ്ണ് കാണാൻ വന്നല്ലേ, അതല്ലേ എനിക്ക് മര്യാദ. എടാ നിൽക്കുന്നത് അങ്ങോട്ട് എന്തായാലും മാറ്റിയെടുത്ത് സംസാരിക്കണേ സംസാരിച്ചോ. ഓ എനിക്ക് അങ്ങനെ മാറ്റി നിർത്തി പറയാനൊന്നുമില്ല. ഇതുപോലെ ഒരു അമ്മച്ചി എന്റെ വീട്ടിലുണ്ട്. ആ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കിയാച്ചാ മതി. ഇതാ സ്ലീവാച്ചൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു തീരുമാനമാക്കിയിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ മതി. ശരി എന്നാ. നീ ആദ്യം ചോദിക്കണേ. എന്നാടി? എന്നാ എന്നാ മച്ചി? ചാച്ചാ പെണ്ണ് എങ്ങനെയുണ്ട് ചാച്ചാ? ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ നമ്മുടെ ഇവിടെ ആരെപ്പോലെ ഇരിക്കും? മുടി ഉണ്ടോടാ? മുടി കാണും. പൊക്കം ഉണ്ടോ? പൊക്കം ഞാൻ അങ്ങനെ നോക്കില്ലെന്നേ. അപ്പൊ നീ ഇതൊന്നും നോക്കിയില്ലേ? പിന്നെ നീ എന്നാ കാണാൻ പോയതാ? അമ്മച്ചി ആ ഫോൺ എടുത്താ കുട്ടിയച്ഛനൊന്ന് വിളിച്ചേ, അപ്പൊ അറിയാനുള്ള കാര്യം. അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ചാച്ച പറയട്ടെ, പറയാച്ചാ. ദേ അമ്മച്ചി, ഇവന് പെണ്ണ് കണ്ട് പരിചയമില്ലാത്താണ്. ഇവന്റെ ഇഷ്ടം മാത്രം നോക്കരുത്. നമ്മളെല്ലാവരും കൂടെ പോയി പെണ്ണ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തീരുമാനിച്ചാൽ മതി. അതല്ലേ ചേച്ചി, എന്റെ ഇഷ്ടത്തിനോട് ഒരു വിലയില്ലേ? അതുകൊള്ളാലോ. നീ ഒന്നും മിണ്ടാതിരി. അവൻ ഇഷ്ടപ്പെട്ടോന്നറിഞ്ഞാൽ മാത്രം മതി. ഇവിടെ കുട്ടായി വൈകുന്നേരം അച്ഛൻ വിളിച്ചായിരുന്നു. അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന്. നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താന്നാ പറഞ്ഞേ. ഓ പിന്നെ ഞങ്ങളുടെ നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കൂടെ ഒന്ന് അറിയണ്ടെന്നേ. ഡി നീ ആ ഫോൺ എടുത്ത് ആന്റിമാരി ഒന്ന് വിളിച്ചേ. കൊച്ചേ നീ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിൽ പോ. നീ വിളിയടി. കുട്ടായി പെണ്ണിന്റെ ആൾക്കാരൊക്കെ എങ്ങനെ ഉണ്ടടാ? അമ്മച്ചി എന്നോടൊന്നും ചോദിക്കണ്ട. എന്നാന്ന് വെച്ചാൽ അവളമാരോട് തീരുമാനിക്കട്ടെ. ഞാനൊന്നും പറയാനുള്ളൂ. മുടിയുണ്ട്, പക്ഷേ വലിപ്പം കുറവാണോടി. എനിക്ക് തോന്നുന്നു ചെറുതാണ്.
നീ ഒന്ന് നോക്കിയടി. ഏയ് എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. ആവശ്യത്തിന് വണ്ണവും നല്ല നിറവും കുട്ടായിക്ക് തരും. ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്നേ. ജോഡി ചാന് ഫോട്ടോ കണ്ടപ്പോൾ എന്നാ കളറായിരുന്നു. അതെ അതെ. ഞങ്ങൾ മറ്റന്നാൾ, അതായത് ഈ വരുന്ന 27-ാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഡ്രൈവറടക്കം 9 പേരേ ഉണ്ടാവത്തുള്ളൂ. അതെ അതെ അതെ, അത് അച്ഛൻ്റെ വരെ നടക്കും തോന്നുന്നില്ല. അദ്ദേഹം ധ്യാനത്തിൻ്റെ തിരക്കിലാണല്ലോ. ഉവ്വ ഉവ്വ. ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ. ഹലോ, ഞാനേ നമ്മുടെ ഗോപിയുടെ വീട്ടിലിരിക്കുക. വന്നോ? എടി പിന്നെ നമ്മുടെ കടപ്പളാമറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ, അവന് പെണ്ണ് കിട്ടിയടി. ഷൈനിയാ. എന്നാ മേടിച്ചാടി കെട്ടുന്നേ? ഒന്നും മേടിക്കുന്നില്ല എടുത്തി, മോന്റെ ഇഷ്ടേ നോക്കിയുള്ളൂ. ഓ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുക. ചേട്ടത്തി ഇരിക്കുവാണെങ്കിൽ ഇച്ചിരി പുഴുക്ക് കഴിച്ചേച്ച് പോവാം. യോന്റെ ഒന്നു കുഞ്ഞേ വേണ്ട, പെട്ടെന്ന് എന്നില്ലേ അവള് കിടന്ന് ബഹളം വെക്കും. ഞാൻ കല്യാണം വിളിക്കാൻ വീട്ടിലേക്ക് വരണ്ടേ? ആയിക്കോട്ടെ. ഇതെന്നാണോ നിന്റെ മുഖത്തൊരു തെളിച്ചയില്ലാത്ത? കല്യാണത്തിന്റെ ഇനി എന്നൊക്കെ ചെയ്താലോ? അതെ എന്നാലേ ഇനി നീ വിട്ടോ, ഞാൻ പൊക്കോളാം. ഹലോ ആരാ? ഞാൻ ഷൈനിയാണോ? അല്ല, ഞാൻ റിൻസിയാ. ഒരു മിനിറ്റ് ഞാൻ വെച്ചിട്ട് കൊടുക്കാവേ. ആരാ മോനെ? അങ്കമാലി. ഹലോ. മോളെ, ഈ പോത്തിന്റെ കാര്യം എന്നാ ചെയ്യുന്നത്? പോത്തിന്റെ കാര്യം നമുക്ക് താഴെ ഉപ്പൊന്ന് ഭാഗമല്ലേ, അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്തുന്ന നല്ല സുന്ദരം പോത്തിനെ കിട്ടും. ഒരു 2 മേടിച്ചങ്ങ് നിർത്താം നമുക്ക്. നമ്മുടെ വിവാഹോരുക്ക് ധ്യാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ദാമ്പത്യ സ്നേഹം, ദാമ്പത്യ വിശ്വസ്തത, ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക. ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ, അബദ്ധധാരണകൾ ഒരുപാടുണ്ട്. വിവാഹത്തിന് മുമ്പ് ലൈംഗികതയിൽ ഏർപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിസ്റ്ററെ? വളരെ നല്ല ചോദ്യമാണ്. എന്താണ് മോന്റെ പേര്? മോൻസൺ. ഇരിക്കൂ. വിവാഹ ജീവിതത്തിന് വെളിയിൽ ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ്. ആ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ശ്രീവാച കെട്ടുമ്പോ സാറാണല്ലോ അല്ലേ? വൈദികന്റെ മുമ്പാകെയുള്ള ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പാകെയാണ് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴും ഏറ്റുപറയും. അച്ചോ, ഞാൻ ഇന്നേ വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം സ്ലീവാച്ച എന്നോ പറയാനുള്ള ഒരു ഇടം ഞാൻ കൊടുത്തിട്ടില്ല. അതെനിക്കറിയാലോ സ്ലീവാച്ച. പക്ഷെ ഞാനിപ്പോൾ ഒരു ഭയങ്കര മനപ്രയാസത്തിലാണ് അച്ചോ. എന്താ നിന്റെ പ്രശ്നം? പറഞ്ഞേ. അച്ചോ, ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല. ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടുമില്ല. അതാണ് നിന്റെ പ്രശ്നം. അത് അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ടാ. നിസ്സാര കാര്യമല്ലെന്ന്, ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. എന്നാ നീ പറഞ്ഞു തന്നെ? അച്ചോ, ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലം പറിക്കുമെന്നേ. അത്രയ്ക്കേ ഉള്ളൂ. ഇതൊരു നിസ്സാര കാര്യം സ്ലീവാച്ച. കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പേടിയായത്. ആണിനുണ്ട് പെണ്ണിനുണ്ട്. ഇതൊരു തോന്നലാ. ഒന്നിച്ച് താമസിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി മാറും. സ്ലീവാച്ച, നിന്നെ പോലുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ്. എൻ്റെ റിൻസിക്ക് നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. നീ ഇപ്പം ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങ. സങ്കീർത്തനം 112-ാം അധ്യായം 2 പ്രാവശ്യം വായിച്ച് നീ വിശുദ്ധ കുർബാന അനുഭവിക്കും. ഞാൻ പ്രാർത്ഥിച്ചോളൂ. അതെ, അളിയൻ ചെറുതായിട്ടൊന്ന് ഓഫായി പോയേ. അതെ പാവം, എല്ലാരെയും സന്തോഷിപ്പിച്ചങ്ങ് ഓവറായി. ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കണേ. ശരി, ഒന്ന് മാറുന്നേ അളിയാ. ശരി, കാലെടുത്ത് വെച്ച്. അപ്പൊ ഗുഡ് നൈറ്റ്.
എണീറ്റോ? ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. തണുപ്പ് കൂടുതലുണ്ടോ? അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതിവുള്ളതല്ല. എന്നാലും മോൾ ഇതൊന്നും കൊണ്ട് കൊടുത്തു നോക്ക്. ശരി. അവനാ ഷീറ്റ് വരെ കാണുമേ. അടുക്കള വസ്തു കിട്ടിയിരുന്ന അതൊക്കെ അപ്പൊ തന്നെ അഴിപ്പിച്ചായ. നേരത്തെ എഴുന്നേക്കൂല്ലേ? എന്താ ഒരു സ്മെൽ? അത് ഈ ഒട്ടുപാലിനെ ചണ്ടിട പരിചയമില്ലാത്തവർക്ക് ഓക്കാനം വരും. അതൊക്കെ നോക്കോ. കഴിക്കണ്ടേ? അപ്പൊ നീ വരുന്നില്ലേ? സ്ലീപാച്ചൻ വന്നല്ലോ. ചേട്ടാ വിട്ടോ, ഞാൻ വന്നേക്കാം. ചേട്ടാ താമസിയാൻ വന്നേക്കണേ. ചേട്ടാ വണ്ടിയിട്ട് വിട്ടോ, ഞാൻ വന്നേക്കാന്നേ. ബോംബെ ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. എന്നാ? ഓ അതൊന്നുമില്ലടാവേ. കല്യാണം കഴിച്ചതിന്റെ പുതുമോണി കുറച്ച് നാടാവൂലോ, അതൊന്നും പാടുതാടാ. ഓ ഒരു പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞ എന്നെ ഇങ്ങനെ കൊച്ചാക്കലടാ. അതൊക്കെ നീ ഇപ്പൊ പറയും. കുറച്ചു ദിവസം കഴിയട്ടെ. ആ പെങ്കൊച്ച് ഇതിന് വരക്കെടുത്തു പുറത്തേക്ക് എടുക്കത്തില്ല മോനെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് എന്റെ കമ്പനിക്കാരാ മെയിൻ. ഞാൻ അങ്ങോട്ട് നോക്കി. അച്ചോടാ. ഉണ്ടോ? ഇത് വേണോ? ഇത് വേണോ? നോക്കി. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവായിരുന്നു റൂട്ടായി? എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? ഓ ചാച്ചന്റെ പൊന്ന്, ചാച്ചന്റെ പൊന്ന്. ഇതാരുടെ വിളിച്ച് വണ്ടി കിട്ടണ? അത് ഗോപി കഴിയതാ. അതിനതിന് നിങ്ങക്ക് പോവാൻ നാളെ. എങ്ങോട്ട് പോവാൻ? നിനക്ക് റിൻസിക്കോട് ഹണിമൂണിന് പോവാൻ. എങ്ങോട്ട് പിടിച്ച ഹണിമൂണ്? ദേ ഇവരതിന്റെ ആൾക്കാര് റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ ഇത് എവിടായിരുന്നു എന്റെ അളിയാ? ചെറുതൊരെണ്ണം സംഘടിപ്പിക്കാൻ ഞങ്ങൾ പെട്ട പാട്. എന്നെ പരിപാടി ജോഡിയല്ലേ കാണിച്ച്. ഈ ഹണിമൂണിന്റെ ഒക്കെ എന്നാ ആവശ്യമുണ്ട്? ഓ അതിനൊപ്പം എന്നാ അളിയാ? അത് ശരിയായില്ല. ആളിയെ എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു. ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല. ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എന്റെ പൊന്നു കുഞ്ഞളിയാ. ഏതായാലും ഈ തിരക്കിന്റെ ഇടയിൽ തിരക്കാ? ഇവിടെ തിരക്കൊന്നുമില്ല. പാപ്പായ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക. നിങ്ങളങ്ങ് പോയേച്ചാ മതി. അതെ അതെ. കല്യാണം കഴിഞ്ഞാൽ സുഖമൊക്കെ വേണ്ട അളിയാ. ഏതായാലും ധ്യാനം തുടങ്ങുന്നതിന് വരെ നിങ്ങൾ ഫ്രീയാ. അതുവരെ നിങ്ങളിന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വായന്റെ കുഞ്ഞളിയാ. മതി വർത്താനം പറഞ്ഞത്. അകത്തൊന്നും എല്ലാം കഴിക്ക്. നീ വരാത്തോണ്ട് ആ കൊച്ചു ഒന്നും കഴിക്കാതിരിക്കുവാ. ഇപ്പോഴൊക്കെ ഇത് പറ്റുള്ളൂ പറഞ്ഞു കൊടുറി. ആന്റിക്ക് ചാച്ചനോട് ചെറിയൊരു പിണക്കമുണ്ട്. ഇന്നലെ രാത്രി ആന്റിക്ക് ചാച്ചനോടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലെന്ന്. അത് ചാച്ചൻ ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങിപ്പോയതല്ലേ. ഇതിനാ നിങ്ങൾക്ക് ആർക്കും കിടക്കൊന്നും വേണ്ടേ? ടീന പിള്ളേരെ വിളിച്ചോണ്ട് കൂടി വാടി. മോള് വാ. മതിയോ? ചാച്ചൻ അമ്മ മോളെ എടുത്ത് തരാം. വാ. സാറിലെ ചേച്ചി കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കും. നിങ്ങൾക്കും കിടക്കണ്ടേ? എന്നാ മോള് ഇവിടെ ഇരുന്നോ. ഇച്ചിരി കഴിയുമ്പോ വരണേ. വാടാ. നീ എന്തിനു ഇവിടെ ഇരിക്കുന്നു? ഇനി പോരെ. പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു കേട്ടോ നാളത്തേക്ക്. കുറച്ച് ഷർട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല. ജീൻസോ? എനിക്ക് ഒരു ജീൻസേ ഉള്ളൂ. അത് ഞാൻ കാലത്ത് വെട്ടാൻ പോകുന്ന. ചാച്ചന്റെ പോക്ക് ഉറങ്ങണ്ടേ? എടി കൊച്ചെന്തേടി? കുട്ടായുടെ മുറിയില്. കുട്ടായുടെ മുറിയില് നിനക്ക് വല്ല വെളിവ് കൊണ്ടുപോയി വേണ്ടേ? അളിയനും ആ പെങ്കുച്ചിനും എന്നാ ഒന്ന് കാണും. ഞാൻ വിളിച്ചത് അവള് വരണ്ടേ? ബെസ്റ്റ്. അത് കുഴപ്പമില്ല, നീ പോയി എടുത്തോണ്ട് വാ. പോണോ? പോയി വിളിച്ചോണ്ട് പാടി വേണേ. ബുദ്ധിമുട്ടായില്ലേ? കിടന്നു. Please. This is your honeymoon suit. Hope you like it. It's good.
ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ളത്? രാവിലെ ഈ മുള്ളാണ് പറയണേ. നിങ്ങളുടെ വണ്ടി വരും. നാളെ നിങ്ങളുടെ ക്യാമ്പിംഗ് ഒരു ഫോറസ്റ്റിലാണ്. ഇറ്റ്സ് എ ഹിൽ ടോപ്പ്. യു ലൈക്ക് ഇറ്റ്. അതെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിൽ ഒന്ന് വിളിച്ചാൽ മതി. ഹാവ് എ പ്ലസന്റ് സ്റ്റേ. താങ്ക് യു. അയ്യോ, എന്താ പനിയാണോ? ഉള്ളിന്നൊക്കെ ചൂട് പൊങ്ങുന്ന പോലെ. ഇല്ല, ചൂടില്ലേ? ഞാൻ റിസപ്ഷനിൽ വിളിച്ച് മരുന്ന് പറയാം. വേണ്ട വേണ്ട, എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല. ഒന്ന് അമ്മച്ചി വിളിച്ചു തരാമോ? ബെല്ലടിക്കുന്ന വെച്ചാ പറഞ്ഞാ മതി. അമ്മച്ചി എത്തിയമ്മച്ചി, കുറച്ചു നേരമായി. ഇച്ചായ ചെറിയൊരു പനി പോലെ. അമ്മച്ചി ഇച്ചാ പനി. അമ്മച്ചി എന്നാ ചെയ്യണ്ടേ? ആ ആ ശരി. അമ്മച്ചി എന്താ പറഞ്ഞേച്ചാ? വയ്യെങ്കിൽ തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു. പനി കുറയുമെന്ന് നോക്കാല്ലേ? കുറയുന്ന തോന്നണില്ല. ഇച്ചിരങ്ങ് നീ കിടന്നു, വെറുതെ പനി പകരണ്ട. ആ ഇതെന്താ പോവാണോ? ഇച്ചായന് ചെറിയ പനി. ഓ ഓക്കെ ഓക്കെ. എവിടെ നിക്കാട്ടോ, എനിക്ക് തീരെ പറ്റണില്ല. അതുകൊണ്ടാ. വേണ്ട ചാ, നമുക്ക് പോവാം. കേൾക്കോ. വരുന്ന വഴിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞതാ. ഇച്ചാ ഇച്ചാ ഉറങ്ങിയ അമ്മച്ചി? കുട്ടായി മോനെ, കുട്ടായി തേ കഞ്ഞി കുടിച്ചിട്ട് കടാ, എഴുന്നേറ്റേ. വയ്യാൻ തോന്നുന്നു, കിടക്കട്ടെ. ഞാൻ നേരെ കാലത്തെ അവന് പഴങ്കഞ്ഞാ പതിവ്. കുറച്ച് ധൈര്യം, പിന്നെ ഈ കാന്താരി ഉള്ളിയും കൂടെ അടിച്ചു കൊടുത്താൽ അവനത് മതി. താമസി, ഞാൻ ചെയ്യാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം.
പനി എങ്ങനെയുണ്ട് ഇച്ചാ? കൊറോണ ഈ പനിയും വെച്ച് രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ കുളിക്കണമായിരുന്നോ? എന്നോട് പറയാറുന്നല്ലേ, ഞാൻ വെള്ളം ചൂടാക്കി തന്നേനെ. ഓ സാരമല്ലേ, ഇവിടെ ഒന്ന് ഉറങ്ങി എഴുന്നിട്ട് തന്നെ ആ പനിയും കൂട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പ്രിൻസ് എല്ലാം ഉറക്കുമായിരുന്നു, അവന് വിളിക്കായിരുന്നു. എന്നോട് എന്തെങ്കിലും എൻ്റെ അമ്മച്ചി ഒരു ദിവസം ഞാനങ്ങ് മാറി എന്നുള്ളൂ. ഒറ്റ മനുഷ്യൻ ആ തൊഴുത്തലിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് എന്നാ കോലായിരുന്നറിയോ? ഇപ്പൊ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടത്? ഈ മിണ്ടാപ്രാണിയുള്ള കാര്യം അതെ, അത് നിങ്ങൾക്ക് കൊല്ലം അറിയോ? ആ എന്നാ പോലോസേ? ധ്യാനത്തിന് പന്തലിടാൻ കുറച്ച് കവുങ്ങ് വെട്ടാൻ വേണ്ടി വന്നതായിരുന്നു. അതിനെന്താ, ദേ കല്യാണ ആവശ്യത്തിന് വേണ്ടി കവുങ്ങ ആവശ്യത്തിനെടുത്തു. നോക്കടാ, നമുക്ക് പറ്റുമോ നോക്കടാ. ഇതിനൊന്നും നീട്ടാൻ പോരില്ല അമ്മച്ചി. കുറച്ചെടുക്കാടാ, തുണിയെടുക്കാം. എന്നാ ദേ താഴെ കുറെ മണ്ട പോയ കവുങ്ങുണ്ട്, അത് ആവശ്യത്തിന് വെട്ടിയെടുത്തു. ആ ജാതിയിലും കൂടിയാലും വീഴാണ്ട് വെട്ടണേ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ശരിയാവില്ല. ഞാനും പറയാം, ഞാനേ ഒന്ന് നോക്കിച്ച് പറയാം, ഇല്ലെങ്കിൽ അത് കുളമാക്കും. പരിശുദ്ധ യാക്കോബായ സഭയുടെ അതിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധീകരണ ധ്യാന യോഗത്തിലേക്ക് ജാതിഭേദമന്യേ ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ യാക്കോബ സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിന്റെ കീഴിലുള്ള അതിശ്രേഷ്ഠമായ ആന്തരിക വിശുദ്ധീകരണ ധ്യാന യോഗത്തിലേക്ക് ജാതി മതഭേദ. ഹലോ, ഇച്ചാന എവിടെയാ? ഞാൻ ഇവിടെ തൊട്ടടുത്തുണ്ട്. ഈ കുരിശുപാറ വഴിക്ക് ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുക. ആഹാ, അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ? അല്ല, ഞാൻ വണ്ടി ഓടിക്കുക. വല്ലതും കഴിച്ചായിരുന്നോ? വന്ന് കഴിച്ചിട്ട് പോവായിരുന്നല്ലേ? ഓ ഇല്ലെന്നേ, നേരമില്ല. എനിക്ക് കുറച്ചും കൂടെ പോസ്റ്റർ ഓടിക്കാനുണ്ട്. എടാ, പോസ്റ്റർ 10 രൂപയല്ലേ ഉള്ളൂ, ഇപ്പൊ തീരൂലേ അത്? അപ്പൊ നോട്ടീസോ? ആ നോട്ടീസ് കുറേ ഉണ്ട്. ആ ഇല്ല, ഇപ്പൊ വരാൻ പറ്റത്തില്ല. അമ്മച്ചിട്ടും കൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? ആ എടി കൊച്ചേ, നിന്റെ ഏതൊരു കൂട്ടുകാരി വിളിക്കുന്നു. ആരാ അപ്പച്ച? എനിക്കറിയത്തില്ല ആരാ. ഹലോ, ഇന്നാ ബെറ്റ്സിയാ. എടി ഞാനാ. ആ അനീറ്റ. നീ എന്നെ വിളിക്കാന് ഇത് എവിടെയുള്ള എന്നാ പറ്റി? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? എടാ, മമ്മി ഫോൺ മേടിച്ച് വെച്ചിരിക്കുക. നിനക്കറിയാലോ മമ്മിയുടെ സ്വഭാവം. എനിക്ക് എന്നൊന്ന് കാണണം, കുറെ കാര്യം പറയാനുണ്ട്. എടി സ്ലീവാച്ച വരുന്നുണ്ട്, ഞാൻ വെച്ചേക്കുവാ. വിളിക്കണേ? ആ വിളിക്കാം. ശരി. ഇത് കണ്ടുപിടിച്ചാണല്ലോ. എടാ കട കൊല്ലുന്നു, ഞാൻ കൂടിക്കോളാം. ആ എന്നാ പറ്റി? എനിക്ക് ആ ധ്യാനത്തിന്റെ പോസ്റ്റർ ഓടിക്കാൻ പോകണ്ടു. എനിക്ക് പശാലൊക്കെ ഒരു സ്ഥലമാണ്. ഇതിനാണ് വീട്ടിൽ പോകാതെ ഇപ്പൊ പോവാ. ആ നേരം വിളിക്കുന്നവരെ നീ എവിടെ ആയിരുന്നടാ? അതാമ്പച്ചി ഇന്നലെ ചെറിയൊരു പണി കിട്ടിയെന്നേ. എൻ്റെ കൂടെ പോസ്റ്റർ ഒട്ടിക്കാൻ വന്നെല്ലാം പോയി കളഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വരത്തില്ല, നിനക്കൊന്നും വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ? പിന്നെ നീ എന്നാത്തിനെ കുന്തമായിട്ട് നടക്കുന്നത്? ഈ കൊച്ചു പങ്ങതിരെ അവരെ കാത്തിരുന്നു. എന്നെ കൂടെ നിന്റെ കൂട്ടുകാരെ മൊത്തം വിളിപ്പിച്ചു. ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ വരൂലെന്ന്. വന്നേക്കാന്നല്ലേ പറഞ്ഞേ? അമ്മച്ചി, ഇവിടെ എല്ലാ വർഷവും പലരുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നാരാ? ആ അത് നിങ്ങളൊക്കെയാ ആണല്ലോ. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ അപ്പൊ ഞാൻ ചെയ്യുന്നത് തെറ്റുണ്ടോ? ഇല്ല. പിന്നെന്നാ? എന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞോ? അമ്മച്ചി നോക്കി ഇപ്രാവശ്യത്തെ ആള്. എന്നാ മക്കളിരി, അമ്മച്ചി കഞ്ഞി എടുത്തോണ്ട് വരാം. ആ അമ്മച്ചി, ഞാൻ പോയി ആ പശുവിനെ മാറി കെട്ടിച്ചോരേ. ഞാനും വരാം. ആണോ? ഒരു കുറ്റി കൂടെ വളർത്ത്. ആ ഇതെന്നാടാ എന്ന് വെട്ടാറങ്ങാഞ്ഞേ? ഓ ഇനിയിപ്പോ പതിവ് ശീലങ്ങളൊക്കെ മാറും. അതൊന്നും അല്ലെന്ന്. ഇന്നലെ നമ്മുടെ പള്ളിയുടെ ധ്യാനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി വരുന്നു. ആ ശരിടാ. ആ ഇച്ചാൻ ഇന്നും പോകുന്നുണ്ടോ? പിന്നെ അമ്മ രാവിലെ അറക്കാൻ ഭാഗത്തേക്ക് ഇറങ്ങിക്കുക. എനിക്ക് 12 മണിയാകുമ്പോൾ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം. അതാ ഞാനിങ്ങ് വന്നേ. ഇനി വൈകുന്നേരം പോയാൽ മതി. അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ? ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച് ശ്വാസം മുട്ടൽ വരുന്നേ. പിന്നെ പൗലുസാറിന് 2 കുഞ്ഞു പിള്ളേരാ. അവരോടൊക്കെ എങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറയണേ? പോയേക്കാം. ഇവിടെ അപ്പടി കൊതുക. ഇച്ചാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇച്ചാൻ ഓക്കെയാണോ?
എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ എന്നോട് പറയണേ. ചുമ്മാ വാ അതേക്കോ. ഇച്ചാനൊന്നിന്നെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ? എനിക്ക് മോഹൻ സാറിനെ ഒന്ന് കാണണം, നമ്മുടെ കൃഷി ഓഫീസറെ. ഇച്ചിരി അത്യാവശ്യമുള്ള കേസാ. വൈകിട്ട് കാണാം. വാ. എന്നാടാ സ്ലീവാച്ച് നിന്ന് കളിക്ക് ഇറങ്ങാഞ്ഞേ? വന്നപ്പോട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്നാ പറ്റിയേ? എന്തോ ഒരു തെളിച്ച കുറവുണ്ട്. ടയേർഡ്. കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവേ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ 2 മാസമാണ് കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്നത്. പോടാ ഓപ്പേ. അല്ലേലും ഇപ്പോഴത്തെ പെമ്പടല്ലാണ്ട് പ്രശ്നം ആശാനെ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ വലിയ പാടായിരിക്കും. ആദ്യം നീ നിന്റെ വലിയൊന്ന് നിർത്തണം. രാവിലെ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. നീ ചുമ്മാ പയറ് പോലെ നിൽക്കും. ഒന്നാമത്തെ കാര്യം, നീ വലിയൊരു മണ്ടത്തിനെ കാണിച്ചു. ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടെടുത്തായിരുന്നടാ. അവിടെയൊക്കെ 1-2 പ്രേമിക്കാത്ത പെണ്ണുങ്ങൾ ഇല്ലടാ. എവിടെയായാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലകർച്ചവന്മാരെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിലേ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വിലയുണ്ടാവില്ല. ഇത് എന്നതാണേ മോത്തൊക്കെ തേക്കുന്നേ? പ്രത്യേകിച്ച് ഒന്നുമില്ല ചേച്ചി. പുറത്തോട്ട് ഇറങ്ങി വെയിൽ കൊണ്ടുള്ള നിറമൊന്നും കളയണ്ട കേട്ടോ. അമ്മച്ചി, എന്റെ അനേച്ചി ചിക്കൻ കറി അല്ലാണ്ട് വേറൊന്നും ഇല്ലേ? നിനക്കുള്ള ചീരക്കറി അതിനകത്തുണ്ട്. നമ്മൾ എന്ന് വന്നാലും പിന്നെ കുട്ടായി വെട്ടിക്കണേല്. നിങ്ങൾ വന്നെ സിറ്റി വെച്ച് കണ്ടായിരുന്നു. കൃഷി ഓഫീസിൽ പോയിട്ട് എന്നാ ഇടാ? ഓ, അതൊരു 100 നൂലാമലാണ് അമ്മച്ചി. എല്ലാം ഈ ഓഫീസർമാരുടെ അതിലാണ്. അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി? എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എനിക്കിനി ചത്താലും വേണ്ടിയില്ല. എന്നോടൊന്ന് നേരത്തെ പറയണ്ടോ തോന്നി? രാവിലെ പറഞ്ഞില്ലായിരുന്നു? അതൊന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്നും വരില്ല എന്ന്. വന്നില്ലേ? ഇനി ഞാൻ കൂടെ പോകുന്നില്ല. പറയാതെ തരട്ടെ. എന്നെ പറ്റി വേറെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? എന്താ അങ്ങനെ ചോദിച്ചേ? എനിക്കെന്താ വെറുതെ തോന്നിയായിരിക്കും. ഞാൻ വിളിച്ചിട്ടേ? ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു? ആ ഗ്ലാസിങ്ക ഇതോ അച്ഛേ അപ്പൊ അധികം കഴിക്കണ്ട കേട്ടോ. അതങ്ങ് എടുത്തേ. ജോസേട്ടാ വെള്ളത്തിങ് എടുത്തേ. അളിയൻ പിന്നെയും ആ കറി തന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. അനിയച്ചിയുടെ സ്പെഷ്യലാ, നാടനാ. കുഞ്ഞിലെ പപ്പടം ഇട്ടോളൂ. എന്റെ പൊന്നളിയെ എന്തിനാ ധൃതി പിടിക്കുന്നത്? എടുത്ത് കഴിച്ചോളൂ. പിള്ളേരാ കഴിച്ചായിരുന്നോ? അവരൊക്കെ നേരത്തെ കഴിച്ചോളിയാ. അളിയൻ കഴിക്കളിയാ. ജെസ്സിയെ, നീ ചാറും കൂട്ടി കുറച്ച് കഷ്ണം എടുത്തേ. ചേച്ചി കുറച്ച് വെള്ളം എടുക്കണേ. വെള്ളമല്ലേ ഇരിക്കണേ? അവരൊക്കെ കിടന്നായിരുന്നോ?
ടി വി കണ്ടോണ്ടിരിക്കാം. ഇതൊക്കെ ഒന്ന് ഉറക്കൂല്ലേ? നാളെ ധ്യാനത്തിന് പോകണ്ടേ? പിന്നെ പോണ്ടേ, കമ്മിറ്റിയിലും കൂടെ ഉള്ളതല്ലേ. ക്രിക്കറ്റല്ലേ എന്നെ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് നോക്കി ചോട്ടെ. അയ്യോ ബാടാ കിടക്കാം. നല്ല അടിയാ. എന്റെ പൊന്നി ചാച്ചാ, ക്രിക്കറ്റ് കളി വെക്കുക ചാച്ചാ. മതി മതി, വെക്കട തുടങ്ങിയ. ചാച്ചനോട് ഇഷ്ടമുള്ളവരൊക്കെ പോയി കിടന്ന് ഉറങ്ങുവേ. ഗുഡ് നൈറ്റ് ചാച്ച. ഗുഡ് നൈറ്റ്. ഈജിപ്ത്, ചൈന, ജോർദാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന ഫ്രണ്ട്സിരിക്കും. ഇച്ഛാനിരിക്കേ. ആദ്യം ഫ്രണ്ട്സിരിക്കും. ഞാനല്ല ആദ്യം പറഞ്ഞത്. ഇച്ഛാനൊരു പ്രത്യേക ആളാണല്ലേ? അതിനാണ്. ഒന്നുമില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമല്ലല്ലോ. ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് അടുത്ത് കിട്ടിയത്. ഞാൻ അടുക്കളയുടെ വാതിൽ അടച്ചിട്ട് നോക്കിയിട്ടല്ലേ. ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെൺപിള്ളേരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ കരുത്ത് കണ്ടു അല്ലെ നമുക്കൊരു വിലയുണ്ടാവില്ല.
ഫ്രണ്ട്സേ ഈ ചായ കുറച്ച് വെള്ളം എടുത്തിട്ടെ. ഫ്രണ്ട്സേ 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 അമ്മച്ചി അമ്മച്ചി എന്നാ അച്ഛാ ഉറങ്ങിയില്ലേ? അമ്മച്ചി പ്രിൻസിക്ക് നേരത്തെ നെഞ്ചിൽ വേന എന്തോ പറഞ്ഞായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. മോളെ 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 എന്താ പറ്റി? കർത്താവെ ചതിച്ചോ മക്കളെ? തന്നെ പറ്റി മോളെ? എന്നാ പറ്റി അമ്മച്ചി? നിനക്ക് അറിയത്തില്ലല്ലേടാ? അറിയത്തില്ലല്ലേ? നിനക്ക് അറിയത്തില്ലല്ലേ? അറിയത്തില്ലല്ലേ? എന്നതാ മോളെ ടീനെ ടീനെ എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ? സ്ലീവാച്ചൻ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി 2-3 വട്ടം വിളിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാനും 1-2 വട്ടം സ്ലീവാച്ചൻ രാവിലെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ഇനി അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട. ഓ ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ, മുങ്ങി നടക്കുവാണല്ലേ? എടാ നിന്റെ പൈസ വല്ലതും ഇരിപ്പുണ്ടോ? എത്ര രൂപയാ സ്ലീവാച്ച? എന്നാ ഉള്ളതിൽ? എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച. എൻ്റെ ഒരു ആവശ്യത്തിൽ ഞാനും പലിശയ്ക്ക് കടം പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാ. സ്ലീവാച്ചിന് ഇവിടെ കാണുമല്ലോ അല്ലേ? ഇറങ്ങുവാണെങ്കിൽ ഷട്ടർ ഒന്ന് താത്തിയേക്കണേ. എടാ നിന്ന് ഇതൊന്നും പണയം വെക്ക്. അയ്യോ ഇത് കല്യാണമോതിരല്ലേ, അതിന് മാത്രം എന്നാ സ്ലീവാച്ച ആവശ്യം? കുറേ അത്യാവശ്യമുണ്ട്. നീ അത് കിട്ടറാശം മൊത്തം എടുത്തു, എന്നിട്ട് വന്നോടി ഒരു ഫുള്ളും വാങ്ങിച്ചു. ഫുള്ളാ? അപ്പോൾ രാവിലെ തന്നെ കള്ളുകൂടിയാണല്ലേ? കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ശരി, കല്യാണമോതിരം പണയം വെച്ചിട്ട് കള്ളുപിടിക്കുന്ന ആദ്യമായിട്ടോ? അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല സാറേ. ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാർ ഇവിടെ ഉണ്ട്. ആ റോസമ്മ എന്നാ ഡോക്ടറുടെ പേര്. സാറൊന്ന് നേരിട്ട് വിളിക്കണം, അത്രേ ഉള്ളൂ. ആ ശരി, താങ്ക് യു സാർ. വേണ്ടടി മറിയാൻ വശത്ത് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, കാണാത്ത മട്ടിരുന്നു. എല്ലാരും കൂടെ ഇവിടെ ഇരിക്കുന്നത് എന്നാ പറ്റി? ഞങ്ങൾ ശ്രീവാസിന്റെ പെണ്ണിനെയും കൊണ്ട് വന്നതാ. അവക്കൊരു വല്ലായ്മ, ക്ലിപ്പിട്ട് കിടത്തിയേക്കോ. ചേട്ടത്തി ഇന്ന് ധ്യാനം തുടങ്ങുമല്ലോ, പോകുന്നില്ലേ? അയ്യോ പിന്നെ പോണം. എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പുകച്ചില്. സന്ധ്യയായപ്പം ഗുളിക നോക്കിയിട്ടൊട്ട് കാണാനുമില്ല. ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേണം എനിക്ക് പോകാൻ. നീ ചെയ്യങ്ങ് നീ ഇരുന്നേടി, ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടോ. എന്നാ പറ്റിയതാടി? എന്തായി? ഡോക്ടർ അന്വേഷിച്ചോണ്ടിരിക്കുക. അവർക്കൊരു കോള് വന്ന് കാണും, ഒന്ന് കയറി ചോദിക്കാവോ? എന്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക്. ഡോക്ടർ ഭയങ്കര ദേഷ്യത്തിലാ. അവരെ നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാ. പിന്നെ പോലീസുകാരോടുകൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്നതാടി കാര്യം? ഒന്നുമില്ല ഏട്ടത്തി. ശ്രീവാച്ചൻ എന്തിയടി? അവനിപ്പോ വരും.
ആ വെറും വയറ്റിൽ ഇങ്ങനെ അടിക്കല്ലേ എൻ്റെ സ്ലീവാച്ച. കുറച്ച് ഇതെടുത്ത് കഴിക്കുക. എന്നാ പറ്റി? എന്നാ അത്ര ടെൻഷൻ? ഒന്നുമില്ലടാ. ഇനി പാലായിക്കപ്പോഴും ബസ്സുള്ളേ? പാലായിക്ക് 12:30 ഒരു ഒറ്റ ബസ്സുണ്ട്. എന്നാ ആർക്ക് പോവാനാ? സ്ലീവാച്ച ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കില്ല, ഇതൊന്ന് കഴിച്ചേ. ഓ വിശപ്പില്ലടാ. നല്ല ബീഫാന്നേ അത് നിങ്ങൾ വെച്ചോണ്ടിരിക്കുക. കുറച്ചെടുത്തും കഴിച്ചെന്നേ. പിള്ളേരെ പോലെ. ആ ഫസ്റ്റ് പാർട്ടിയാ. നീ ഇവിടെ ഇരുന്ന് പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കുക അല്ലേ? എൽദോച്ചാ ആളിവിടെ ഉണ്ട്. ആ നമ്മുടെ പുതിയ ബിൽഡിങ്ങില്ലേ? ഇപ്പോൾ എത്താം. ഓ ഓ ഇന്നലെ എന്നാ പരിപാടിയിടാവോ കാണിച്ചേ? ഞങ്ങൾ എവിടെ എല്ലാം അന്വേഷിച്ചെന്നറിയാവോ? എവിടാ കിടന്നേ? ഞാൻ എന്നാ കോപിച്ചേട്ടാ? സ്ലീവാച്ചൻ എന്നാ ചെയ്തേ? എടാ കുഞ്ഞാമ്പി, നീ ഒന്ന് പുറത്തേക്ക്. ഞാൻ ചേട്ടനോടൊരു കാര്യം പറട്ടെ. എന്നാ ചോദിച്ചേട്ടാ, അവിടെ എന്നാ അവസ്ഥ? ഇന്നലെ ആളെല്ലാം കൂടെ കൊച്ചിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയിരുന്നു. ആശുപത്രി കൊണ്ടുപോയോ? അതിനു വേണ്ടി എന്നാ ഉണ്ടായി? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നീ അവിടം വരെ ഒന്ന് വരണം. ഡോക്ടർ എന്തിനാ എന്നെ കാണണേ? ഗോപിച്ചേട്ടാ എനിക്ക് വരാൻ വേണ്ടി. ഗോപിച്ചേട്ടാ എന്നെ നിർബന്ധിക്കില്ല. ഗോപിച്ചേട്ടാ നീ വാ. നീ വന്നാലേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തത്തുള്ളൂ. അതുകൊണ്ടല്ലേ നീ കഴിച്ചേ. ഇത് കഴിച്ചേ. അത് നീ അങ്ങോട്ട് ചെല്ലേ. ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം. ചെല്ലേ. പേമാളിയ ഡോക്ടറെ കാണാൻ ഇവിടെ. ഡോക്ടറെ ഇതേ ആളെത്തിയിട്ടുണ്ട്. ആരാ? അയ്യോ ഞാനല്ല, ഇതാണ് ആള്. കുടിച്ചിട്ടുണ്ടോ? മുഖത്തോട്ട് നോക്കി പറയടാ ശ്രീവാച്ച. അമ്മച്ചത് ഇറങ്ങി നിന്നേ. എല്ലാരും ഒന്ന് പുറത്തോട്ട് നിന്നേ. എന്നോടോ തന്റെ പേര്? സ്ലീവ. എത്ര വയസ്സുണ്ട്? 35. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക്? സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താൻ ചെയ്തിട്ടിരിക്കുന്നത്? ശാരീരിക ബന്ധം എന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ? കൂലിപ്പണിയാണെന്നാണോ? ഇങ്ങോട്ട് നോക്കണോ? ഹലോ. പ്രിൻസി ചേച്ചിക്ക് വല്ല വിശേഷവും? ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇത് ഞാൻ കേസാക്കാൻ പോവാ. പോലീസുകാർ നിർത്തോളം ഇതിനെ സൂക്കേട്. 376 ബലാത്സംഗം, 498 ഗാർഹിക പീഡനം. കുറഞ്ഞത് 7 വർഷം നീ അകത്താ. അയ്യോ ഡോക്ടർ, ഇതൊരു വിഷയമാക്കരുത്. ഞാൻ എന്നെ വേണമെങ്കിലും ചെയ്തോളാം. അതിന് എന്നാ ചെയ്യാനാ? ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെന്നാന്നറിയോ, വീട്ടില് ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. അതിന് അല്ല ഡോക്ടർ, ഒന്നും താനൊന്ന് പുറത്തോട്ട് നിന്നേ. പുറത്തോട്ട് നിന്നേ. ചെല്ലേ. ഡോക്ടർ എന്നാ പറഞ്ഞടാ മോനെ? ഡോക്ടർ കേസാക്കുന്നു പറയണം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അളിയാ അത് നമ്മുടെ കയ്യിൽ നിൽക്കുകയല്ല. എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചാണ് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ അളിയ. അളിയനൊരു ബാങ്ക് കുത്തിപ്പൊളിച്ചിട്ട് വന്നാൽ പോലും
ഞാനത് എങ്ങനെയും ഡീൽ ചെയ്തേനെ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ പൊന്നളിയാ. എടാ ആ ഡോക്ടറെ കൈക്കൂലിയുടെ ആളാ. അല്ല 500 അങ്ങോട്ട് വെച്ചു കൊടുക്കണം. മറിയാമ്മൻ്റെ അടുത്ത് ഇങ്ങ് വന്നേ, അവിടെ പോയിരുന്നു. ഇത് ഞങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്തോ കേട്ടോ. എൻ്റെ അച്ഛോ ഇത് ഉറപ്പായിട്ട് ഇൻഡിബേഷൻ വിടേണ്ട. പക്ക റേപ്പാ. എൻ്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ. അളിയനൊരു അബദ്ധം പറ്റിയതാ. അളിയൻ്റെ അബദ്ധം ഒരു പെകച്ചെറിയ അവസ്ഥയിലേക്ക് തന്നോ അബദ്ധം? പക്ഷേ ശ്രീവാച്ചൻ അങ്ങനെ ഒരു മോശം വ്യക്തിയല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മളാരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവനെന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അടിച്ച് ബൂസായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് മണത്തിന് നിൽക്കാൻ മേലായിരുന്നു. ഡോക്ടർ പ്ലീസ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒറ്റ പ്രാവശ്യത്തേക്ക്. അച്ഛൻ പറയുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കും. ഇല്ല ഡോക്ടറെ, ഞാൻ മോളുമായി സംസാരിച്ചു. അവൾക്ക് ഒരു പരാതിയില്ല. അവളുടെ അമ്മാവൻ കൂടിയാണ് ഞാൻ. എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം. ഈ കുടുംബജീവിതം എന്താണ്, ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം. പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട്, അത് മാറിക്കോളും. മരുന്ന് കുറിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുക്കണം. ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ്. താങ്ക് യു ഡോക്ടർ. അവൾ ഏതാണ് അവള്? ആ ഡോക്ടർ ഡോക്ടർ റോസമ്മ. റോസമ്മേ? ഞാൻ കുറച്ച് ദിവസം അങ്ങോട്ട് മാറിയിട്ടാവേ. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഇവിടെ നിൽക്കാൻ. ആശാനെ, ഞാൻ ആശാനോടൊരു കാര്യം പറയട്ടെ. ആശാൻ ഇപ്പോൾ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന ആശാൻ ഇപ്പോൾ വീട്ടിൽ പോകണമെന്നാണ്. സംഭവം നടക്കാനുള്ളതൊക്കെ നടന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നും പറഞ്ഞ് നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ? അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം, അതല്ലേ മിടുക്ക്. അല്ലാതെ ചുമ്മാ പറ്റത്തില്ല. രണ്ട് സെലിബ്രേഷൻ എടുത്തേ. ആ കേട്ടാ, എൻ്റെ പൊന്നടാവേ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞങ്ങൾ കേട്ട പാടെ ഹോസ്പിറ്റലിലെത്തി. അവിടെ എങ്ങും ഒറ്റ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല കേട്ടോ. എന്നടാ ശരിക്കും സംഭവിച്ചേ? ആളുകൾ പറഞ്ഞു കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല. നീ അങ്ങ് ബോധം കെടുത്തി കളഞ്ഞല്ലേ. എന്നടാ ഉണ്ടായേ? നീ തുടക്കം തൊട്ട് പറഞ്ഞേ. പറയടാ. വാ പോവാ. ദേ ചേട്ടാ, ഒരു കൂട്ടുകാരൻ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പ്രായം നോക്കത്തില്ല കേട്ടോ. നീ ഒന്ന് പറയാ. അവൻ എന്നാലും ഒന്ന് പറയാതെ പോയല്ലോ. എന്തായിരിക്കും സംഭവിച്ചത്? ഇവിടെ നിർത്തില്ല, അത് കയറിപ്പോ. ഇല്ല, ഞാൻ ഇല്ല. ആശാൻ ചെല്ലും. രണ്ടും കൽപ്പിച്ചാൽ കയറി പോവാല്ലേ? പിന്നല്ലാതെ. ആശാൻ ധൈര്യമായിട്ടങ്ങ് ചെല്ലുന്നു. അപ്പോൾ ശരിടാ. ആ പിന്നെ പുതിയ മണ്ടത്തരമൊന്നും കാണിച്ചു വെച്ചേക്കല്ലേ പ്ലീസ്. അമ്മച്ചി ശ്രീവാച്ചൻ വന്നു. അവന്റെ വരവുണ്ടോ? യാതൊരു കൂസലും ഇല്ലാതെ നാട്ടിലുള്ള പിള്ളേരോടെല്ലാം കൂട്ടുകൂടി അതും ഇതും എന്നെ പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയായി. ഇവനൊക്കെ എന്താണോ ചെയ്യുന്നത്? മതി അമ്മച്ചി, അവനെ തലേ കയറ്റി വെച്ചോ. ഞാനും കൂടെ വന്ന പിള്ളേരെല്ലാം തിരിച്ചുപോയി. അമ്മച്ചിക്ക് അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. പാടിട്ടീനെ പാടാ. പറ്റിപ്പോയി അമ്മച്ചി. മതി വിഷമിച്ചത്. മോൻ വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. വിശപ്പില്ല അമ്മച്ചി, എനിക്കൊന്ന് കുളിച്ചാ മതി. വേളാങ്കണ്ണി മതമാണ്. 7 ദിവസം പുണ്യാളാണ് സത്യം. ഞാൻ ഇനി അങ്ങോട്ട് പോകണമില്ല, തുടരുമില്ല. അതോടെ പ്രശ്നം തീരുമില്ല. അല്ലെങ്കിൽ വേണ്ട, പോയി മാപ്പി വെച്ചാലോ. നിക്കടാ അവിടെ. നീ എങ്ങോട്ടാ പോണേ? ആ മുറിക്കത്തോട്ടെങ്ങാനും കയറിയ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. നീ എന്റെ മുറി പോയി കിടന്നാ മതി. ചെല്ല്, പോ ചെല്ല്.
പൊറുക്കാൻ പറ്റാത്ത തെറ്റാ എൻ്റെ മോൻ ചെയ്തതെന്ന് അമ്മച്ചിക്കറിയാം. മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം. 3-4 പെമ്മക്കളെ പറ്റി വളർത്തിയുള്ള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക. മോള് കിടന്നു. നാട്ടുകാർ പറഞ്ഞ പോലെ ഒന്നുമില്ലെന്ന് ഞാനാ പൊട്ടനാണ്. പൊട്ടനൊന്നും അല്ല, പിന്നെ ലേശം പൂസായിരുന്നു. എന്റെ പൊന്നടാവേ. തൈ മരത്തിൽ ആരെങ്കിലും സ്ലോട്ടർ ഇട്ടോടാവേ. നീ കറി മുടി വെച്ചായിരുന്നു? അമ്മയല്ലേ രണ്ടാമത് പറഞ്ഞത്. അമ്മച്ചി കൊച്ചെന്തിയെ? അകത്തുണ്ട്. ഡി നീ വല്ല സംസാരിച്ചായിരുന്നോ? ഓ, ഞാൻ എന്നെ സംസാരിക്കാനാ ചേച്ചി. രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു, അതെങ്ങും കുടിച്ചില്ല. നീ അകത്തോട്ട് ചെന്നേ. നീ ഇതൊന്ന് പിടിച്ച് ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. നീ വല്ലതും കഴിച്ചായിരുന്നോടി? ആ, എഴുന്നേക്കണ്ട, മോളിരുന്നോ. കഴിച്ചായിരുന്നോ? മോള് വിഷമിക്കണ്ട കേട്ടോ. വരുന്ന വഴി ഞാൻ കുട്ടായിയെ കണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് നോക്കി 1-2 വർത്തമാനം ഞാൻ അങ്ങ് പറഞ്ഞു. ഒരക്ഷരം വേണ്ടിയില്ലല്ലോ അവൻ. ഈ കുടുംബത്ത് അവന് പേടിയുണ്ടല്ലേ, അതെന്നെ മാത്രമേ ഉള്ളൂ. മോളെ, അമ്മച്ചി ധ്യാനത്തിന് പോവാണേ. മോക്ക് കൂട്ടൻ ലില്ലിയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലില്ലിയോട് പറഞ്ഞാൽ മതിയേ. അമ്മച്ചി പോയിട്ട് പാടി. പോയിട്ട് വരട്ടെ. അയ്യോ, അതിന്നലെ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചോട്ടില, എടുക്കാൻ മറന്നുപോയി. ഓടിപ്പെടുത്തില്ലേ? ആ മോളെ, ഞാനിപ്പോ വരാവേ. ഇത്ര പ്രായമായിട്ട് നമ്മുടെ കുട്ടായിക്ക് 10 പൈസയുടെ പേര് തന്നെ എന്ത് കഷ്ടമല്ലേ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിയാൻ വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്തിരി പോകുന്ന പിള്ളേർക്ക് വരെ. സ്ലീവാച്ചിനെ കുറ്റം വേണ്ട വല്ല കാര്യമുണ്ടോ? ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ആരും ബോധം കെടുന്നില്ലെന്ന് മാത്രം. നേരെയാടി ശാന്തേ, ഈ ആണുങ്ങൾക്ക് അവരുടെ കാര്യം മാത്രം. എനിക്കും ഉണ്ട് 2-3 പിള്ളേര്. അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് ഇതൊന്നും ആ ശശിചേട്ടൻ കേൾക്കണ്ടോ. ആ കൊച്ചിന്റെ മുമ്പ് വെച്ച് അവനെ കുറ്റമൊന്നും പറഞ്ഞേ. അതിന് ഞാൻ എന്നാ പറഞ്ഞെന്നോ? ഇതെങ്ങനെയും ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? നിന്റെ സ്വഭാവം അറിയാന്നുകൊണ്ട് പറഞ്ഞതാ. ആ പിന്നെ. അയ്യോ, മോളൊന്നും കഴിച്ചില്ലേ? അമ്മച്ചീനെ വീട്ടിൽ കൊണ്ടാക്കൂ, എനിക്ക് വയ്യ അമ്മച്ചി. കരയല്ലേ മോളെ. ഈ അവസ്ഥയിൽ മോള് പോകരുത്. ഞങ്ങൾ തകർന്നു പോകും. ധ്യാനം ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ. അമ്മച്ചി ഉണ്ടാക്കാം. ഇവിടെ നടന്ന എന്താണെന്ന് അമ്മച്ചി വീട്ടുകാരോട് പറയാം. കരയല്ലേ. മോളിഞ്ഞ് അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ
അവന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഈ ഞാൻ ഉറപ്പ് തരാം. മോള് വാ, എല്ലാം കഴിക്കും. വാ മോള് വാ. എന്തോ നീ ആ കൊച്ചിന്റെ അടുത്ത് വല്ല ശല്യത്തിനും ചെന്നായിരുന്നോ? ഇല്ല. പിന്നെ അവൾ അവിടെ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ നീ ഇവിടെ എന്നെ എടുക്കുമായിരുന്നടാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ ആ കൊച്ചിനോട് വല്ലതും മിണ്ടിയോ? അമ്മച്ചിയല്ലേ പറഞ്ഞ ആ കൊച്ചിനോട് വല്ലതും മിണ്ടാ എന്റെ മുട്ടുകാലും എല്ലാം പിടിക്കുന്നു. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എൻ്റെ പൊന്നു ദൈവമേ, ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എൻ്റെ മോന്. എടാ അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിൻ്റെയൊക്കെ മാറി കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവരോട് മിണ്ടരുന്ന് ഞാൻ പറഞ്ഞോടാ. എൻ്റെ ദൈവമേ, നീ എന്നാടാ ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്? എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞു ഞാൻ ഇനി എന്നാ ചെയ്യേണ്ടത്? എൻ്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം. അമ്മച്ചിനെ എത്ര നാളുണ്ടാകാനാ? ദേ അവസാന കാലത്ത് ഇച്ചിരി വെള്ളം തരാൻ ആ കൊച്ചിനെ നിനക്കുണ്ടാവും. ഡാ, ഇത് തല്ലിപ്പടിപ്പിക്കേണ്ട കാര്യം വല്ലതും ആണോ? ഡാ, ദേ അമ്മച്ചി, അവൻ പോകുന്ന പോക്കണ്ടില്ലേ? അവനെല്ലാം നിസ്സാരോ. ദൈവത്തെ ഓർത്ത് നീ ഒന്നും മിണ്ടാതിരി എന്നെ. വന്നു വല്ലതും കഴിക്ക, എടുത്തു വെച്ചിരിക്കുക. ഇങ്ങോട്ട് ചേർന്നിരിയടാ. ഇന്നത്തെ അച്ഛൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കുടുംബ നവീകരണത്തെക്കുറിച്ച്. എന്നാ ഒരു അനുഗ്രഹമായിരുന്നു. അമ്മച്ചി ഇരിക്കാം അമ്മച്ചി, ഞാൻ വിളമ്പിക്കോളാം. വേണ്ട മോളെ, അമ്മച്ചിക്ക് ഉപവാസമാണ്. മോനെടുത്ത് കഴിച്ചോളുമല്ലോ. അമ്മച്ചി പോയി കിടക്കട്ടെ. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് താനത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പറ്റുവാണെങ്കിൽ അതങ്ങ് വിട്ടായിരുന്നേ. അല്ല, ഇയാളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്? ഇതുവരെ എന്നോട് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? കുറച്ചു നേരങ്ങളിൽ എന്റെ കൂടെ ഒന്ന് ഇരുന്നുണ്ടോ? എങ്ങനെ ചെയ്യാൻ തോന്നി ആൾക്ക് എന്നോട് ഇങ്ങനെ? പറ. അമ്മച്ചി, ഞാനും വരണ്ട ധ്യാനത്തിന്. നല്ല കാര്യം. മോള് പോയി ഒരുങ്ങി, നമുക്കൊരുമിച്ച് പോവാം. എന്നാ കൊച്ചിനെ കൊണ്ട് നടന്നു പോകണ്ട അമ്മച്ചി. ശ്രീവാച്ചനെ വിളിച്ച വണ്ടിക്ക് അങ്ങ് പോകാമല്ലോ. ഞാൻ വരണോ അമ്മച്ചി? സിറ്റിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വിട്ടാ പോരെ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ശരി. അങ്ങോട്ട് കയറും. അമ്മച്ചി കൂടി. ഞാൻ കയറും. അതെ, കാലത്തൊരു ഇച്ചിരി മാറ്റാവോ? ഗിയറൊന്നും താനെ. ഒരു പേരുസമ്പന്നമായ കുടുംബം കൊണ്ടുപോകുന്നതെന്ന് നമ്മെ പഠിപ്പിച്ചു വരുന്നുണ്ട്. സമൂഹത്തിൽ മാതൃകാ കുടുംബ ജീവിതത്തിന്റെ പ്രസക്തി മലമുഴക്കി വേലാമ്പലിന്റെ കഥയിൽ വേണ്ടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ഇല്ല അമ്മച്ചി. ഞാനും കൂടിയിട്ട് പോകാന്ന്. ആ കൊച്ചു പോകുന്ന കണ്ടോ? എന്നാ വണ്ടി ഇട്ടേച്ചു വരാം. നമ്മുടെ സമൂഹത്തിലെ
അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമുഴക്കി വേഴാമ്പൽ. എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു. പെൺവേഴാമ്പൽ മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ പൂവൽ പൊഴിച്ച് എടാ ശ്രീവാച്ച, നിന്റെ ആക്രാന്തൊക്കെ മാറിയോടാ? ഒന്ന് മിണ്ടായിരിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു വന്നത് മലമുഴക്കി വേഴാമ്പൽ. നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ പോവാ. എന്നെ കൊണ്ട് വൈകി ഇങ്ങനെ കോമാളി വേണം. എടാ, നിനക്ക് ചെറിയൊരു കയ്യോത്തം പറ്റിയെന്ന് പറഞ്ഞ് നീ എന്നെ എത്രയെങ്കിലും എണ്ണപ്പെടുന്നത്? ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ. നിനക്കറിയോ, അവിടെ ആ പാറക്കുടിയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാ മിണ്ടാ പൂച്ചായിട്ടിരുന്ന പെണ്ണ് സോണി, അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അവളിപ്പോൾ കേസും കൂട്ടുമായിട്ട് വീട്ടിൽ വന്നിരിക്കുക. കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം. അതിന് ഞാൻ അതൊന്നും വിചാരിച്ചു ചെയ്തല്ല. അതല്ലടാ എടാ, ആ കാര്യം നാട്ടിൽ ചുടുവും ചൂലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതറിയും. നിന്നെ 10 പേര് അറിയുന്നോണ്ട് നാട്ടുകാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടെടുക്കും. അതിന് നിനക്കല്ല യാതം അല്ലേ അച്ചോ? സിൽവാച്ച ഇങ്ങ് വന്നേ. ഇത് നല്ല കളി. എടാ, നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എൻ്റെ കുറ്റമാണ്, ഞാൻ ക്ഷമ വയ്ക്കണം. നമ്മുടെ പള്ളിയിൽ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് അച്ഛനാണ് വരുന്നത്, എബി പുത്തുമുറിക്കൽ അച്ഛൻ. നീയും റിൻസിമോളും അതൊന്ന് അറ്റൻഡ് ചെയ്യും. കൊള്ളാം. ഇത്രയും കൊല്ലമായി നിങ്ങൾ ചേട്ടനനിയന്മാരെ പോലെ കഴിയുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നോ? എന്നിട്ടിപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പെണ്ണ ഇതൊക്കെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ? എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എന്തായാലും കുഴപ്പം പറ്റിയോ? ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. അവന്റെ വിഷമം അവനെ അറിയത്തുള്ളൂ. എടാ ചെറുക്ക, നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ഞാൻ പോവാ, നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ. നിങ്ങൾ അടിപൊളിയാണ് ചോദിച്ചത്. നിങ്ങൾ അതിന് വഴക്കുണ്ടാറുണ്ടോ? ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാറുണ്ടാ. എന്നാലും ഞങ്ങൾക്ക് ഒത്തിരി നേരം ഒന്നും അങ്ങനെ പണയിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ സഹായിക്കണം ചേട്ടാ? അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. അത് അനുഭവിച്ചു തന്നെയല്ലേ. ഞാൻ ചെയ്ത് മഹാപോക്രിത്തരായി പോയല്ലേ ചേട്ടാ? പിന്നല്ലാതെ സംശയമുണ്ടോ? ഇപ്പം നിനക്കത് ബോധ്യമായല്ലോ. എടാ, നിനക്കൊന്നും അറിയില്ലായിരുന്നുള്ളത് ആ കൊച്ചിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് രാത്രി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ചേട്ടാ. ഞാൻ വല്ലാണ്ട് പേടിച്ചു ചേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല. ചേട്ടൻ അറിയോ? എന്തിനാടാ കൊട്ടായി നീ മേടിച്ച്? ഇത് ഈ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ലോ. ഇതൊന്നും എല്ലാവർക്കും നേരാൻ വണ്ണം അറിയണമെന്നൊന്നുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി. എന്തെല്ലാം തരം ജീവികളാണ്. അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ഇണയെ ആക്രമിച്ച് കീഴ്പ്പെടുന്നതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? അല്ലെ കണ്ടിട്ടുണ്ടോ? അത് ശരിയല്ല ചേട്ടാ. ആദ്യം അവൾ എന്നോടൊന്നും മിണ്ടട്ടെ. സ്ലിവാച്ച ചെന്നങ്ങ് മിണ്ടെന്നേ. ഞങ്ങളൊന്നും പോയില്ലടാ ഹണിമൂണിന്. അന്ന് പനിയാന്ന് ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു. എന്നിട്ടും ഉണ്ടല്ലോ വെളുക്കണ വരെ എൻ്റെ അടുത്തിരിക്കുവായിരുന്നടാ. ഞാനാണെ ഒന്നും മിണ്ടിയില്ല. ഇപ്പാണെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടാൻ കൊതിച്ചിരിക്കുക. സ്ലീവാച്ചൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? എന്നാ? നാണോ? അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നീ നോക്കിക്കോ മോനെ, ധ്യാനം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ അവളെ കൊണ്ട് പോകും. അന്ന് പോയ സെയിം റിസോർട്ടിൽ. എന്നെ സ്ഥലമെന്നറിയാം അവിടെ. ഒരു മലയുടെ മേളിൽ അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ആഗ്രഹമാണ്. ഇതെവിടെ പോയതാണ്? കല്ലാറ ആശുപത്രിയുടെ വിശേഷം രണ്ടാമത്തെ. അത് ശരി. എന്നാ കൊടിയിലെന്നാ? ഓ, അന്ന് കെട്ടിക്കൊടുത്താ മതി. ആ, നേരെ തുണി എടുത്തോ? ആ, തുണി എടുത്തു. നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ.
അറിഞ്ഞില്ല. അമ്മുക്കുട്ടേ, പാഷൻ ഫ്രൂട്ട്. അമ്മ ഞാൻ വന്നേക്കാം. എടാ നീ ഉണ്ടോ? ഞാൻ കൊച്ചിനെ കൊണ്ടുവന്നേക്കാം. ആ ശരി ശരി. ഞങ്ങളിപ്പോൾ ശ്രീവാസനാരി മിണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു ശ്രീവാസൻ ബാവ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമെന്നും പറഞ്ഞു. അന്ന് ഹണിമൂണിന് ഇപ്പോൾ ചേട്ടന് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമെന്നും പറഞ്ഞു. നീ എന്നെ പരിപാടിയോടെ കാണിച്ചു. നിനക്ക് ആ കേസ് കൂടെ പറഞ്ഞ എന്നാ ആവശ്യമുണ്ട്? ചേച്ചി എന്നാ പറഞ്ഞ? ചേച്ചി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എനിക്കൊരു ഐഡിയ ഇല്ല. ഇല്ല, ഞാൻ എന്നാ അറിയുന്നത്. അതിന് ഞാനും പുള്ളിയും തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചല്ല. ഒരു പ്രാവശ്യം സംസാരിച്ചു, പക്ഷെ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. എൽദോ ചാച്ചനെ പോയി കാണണോ വേണ്ടിയോ എന്നാണ്. അതൊന്നും നോക്കണ്ട. നീ എന്ത് തീരുമാനമെടുത്താലും ചേട്ടൻ കൂടെ ഉണ്ടോ? അവനെന്ന് പെണ്ണാണാൻ വന്നപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചതാ. അവൻ്റെ ഒരു കരിങ്കുറിഞ്ഞും തൊട്ടാവാടിയും. ഞാൻ പിന്നെ നിങ്ങളുടെ ആരടുത്തും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നീനിത് വീട്ടിൽ വിളിച്ച് പറയണ്ട. ഞാൻ അവിടെ ആരടുത്തും പറഞ്ഞിട്ടില്ല. ആ നീ ഒരു ഡിസിഷൻ എടുത്തോ, ചേട്ടൻ കൂടെ ഉണ്ടാവും. ഞാനേ ഇവിടെ ഒരു ഷിഫ്റ്റിന് സമയം, ഞാൻ പിന്നെ വിളിക്കാം. ഒറ്റയ്ക്കിരുന്നും ബോറടിക്കാൻ ഓർത്ത് കയറിയതാ. ആ വാതിലൊന്ന് ചാരൂ. സുരേഷ് ഗോപിനെ പറ്റി സംസാരിച്ചിരുന്നില്ലേ? കുറ്റിയിടണ്ട. അന്ന് ഹണിമൂണിന് പോയപ്പോൾ പനിയില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ഞാനത് പറയാൻ വരുമായിരുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ തമ്മിൽ ഇനി മുന്നോട്ട് പോവില്ല. എനിക്കതൊട്ടും കഴിയില്ല. എൻ്റെ പ്രശ്നം കൊണ്ടാട്ടോ. അയ്യോ, അതന്നെ അങ്ങനെ പറയുന്നത്. റിൻസിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. പ്രശ്നമൊത്തുണ്ടാക്കി ഞാനല്ലേ. അതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ എനിക്കിനി ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ എന്നെ പറഞ്ഞു വരുന്നത്? ധ്യാനം കഴിയുമ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. അമ്മച്ചിയോട് പറയുമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഈ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട ഒരു പെണ്ണിനോട് ഇങ്ങനെ ഇങ്ങനെ തുടർന്നത്. അതിങ്ങനെ ആയിപ്പോയതാ. ഒരു പെണ്ണിനോട് ഒരാണും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ തന്നോട് ചെയ്തു. റിൻസി, എന്നോട് ക്ഷമിക്കണം. സ്ലീവാച്ചാ, കടക്കാത്ത ഭയങ്കര അടി നടക്കുവാ. ആരെ? ആ ബെച്ചിയുടെ അച്ഛന്മാരാ. പെണ്ണേസാണ്ട് ആരും ഓരോടെ നിരുന്നേ. എന്നാ വിഷയം? ഒരു വിഷയമില്ല, ഉള്ളതൊക്കെ ഞങ്ങൾ കൈയറിഞ്ഞിട്ടുണ്ട്. ചേട്ടായിക്ക് വന്നേ. എന്നാടാ? എന്നാ എന്റെ പോന്നടാവി, എനിക്കെങ്ങും അറിയത്തില്ല. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ബാക്കി പറഞ്ഞു കൊടുക്കടാ. ബെറ്റ്സി എന്നെ ഒന്ന് കാണാൻ വന്ന സ്ലീവാച്ച. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴവളുടെ ചാച്ചന്മാർ കയറി വന്ന്. കുറെ നാളെ ഇവന് പണി തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലേ? ശ്രീവാച്ച, എത്രയും വേഗം നിങ്ങളോട് പറഞ്ഞു വിട്ടണം. അതായിരിക്കും നിനക്ക് നല്ലത്. ഒരു ചുക്കുമില്ല. എന്നെ കരുതുന്ന താരക്ക് ഈ പിള്ളേരെ കൈവച്ച ഈ നാട്ടിൽ നടക്കാത്തൊന്നും അല്ലേ ചെയ്ത്? നീ ഈ തണ്ടികൾക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ വിചാരിച്ചു. താവരെ വിളിച്ചോണ്ട് ഇറങ്ങി പോയെ. പോയണോ? ഇറങ്ങി പോയണോ? പോ. കണ്ണവനെ ഉപദ്രവിച്ചോണോ മാര്? നിനക്കാളെ പോറ്റാനുള്ള ധൈര്യമുണ്ടോ? എന്നാ നീ ബെച്ച് വിളിച്ചിറക്കും. ബാക്കി കേട്ടു. ആ മൗസറേ,
നീ എവിടെയാ? ഞാൻ ടൗണിലുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. നിന്റെ സക്കിന്റെ ഇടയ്ക്ക് 100 മാർക്കാ അവര് തന്നേക്കുന്നേ. അതേടാ, ഇപ്പൊ എയോടെ മെയിൽ വന്നായിരുന്നു. നിന്നെ അവര് തെരഞ്ഞെടുത്തടാ. എന്നാലും സമ്മതിക്കണം കേട്ടോടി ബെച്ചി, നിന്റെ ധൈര്യം. എത്ര നാളായി നിങ്ങൾ ഇഷ്ടത്തിലായിട്ട്? ഇപ്പം 3 വർഷം. എൻ്റെ പൊന്നു ചേച്ചി, ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരുള്ള അനിയത്തിക്ക് കുറച്ച് മീനച്ചാറ് പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിലോട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല. പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിൽ വരും. അങ്ങനെ വന്ന് അടുത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ടങ്ങ് പോയി. പിന്നെ പറയണ്ടല്ലോ, ഫോൺ വിളിയായി, പറച്ചിലായി, പിന്നെ ഞങ്ങൾ ഇവിടം വരെ എത്തി. എന്നിട്ട് അച്ചാറോട് പോയി ചേച്ചി? അതിനെന്നെ പറയണ്ട, അതിൻ്റെ കാരണക്കാരൻ ദേ നിൽക്കണു. ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ്സ് ആയിട്ടങ്ങ് അടിച്ച്. അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണം തന്നെയാണ് നല്ലത്. ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാമല്ലോ. എന്നാ മണ്ടത്തരവാടാ കൊച്ചെ നീ കാണിച്ചേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ ആ കടക്കകത്ത് വെച്ച് വേണമായിരുന്നോ? അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത്. അയ്യോ എൻ്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നേ. ഇവള് ധ്യാനത്തിനാന്നും പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു. പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എൻ്റെ കടയിലോട്ട് വന്നു. പിന്നെ ആകെ പാടെ പ്രശ്നമായി. അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി. ഞങ്ങൾ പിള്ളേരല്ലേ ചേച്ചി, ഇപ്പോൾ ഓടുന്നു. ഇല്ല ചേച്ചി, എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റെന്നറിയില്ല. അതിൽ തെറ്റൊന്നുമില്ല അച്ഛൻ. ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയാന് അവര് വന്ന് നിന്നെ വല്ല ദേഹോപദ്രവം ചെയ്യുവോ? അമ്മച്ചി തന്നെ വർത്താനം അമ്മച്ചി പറയണേ. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ പിരിക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഈ രാജ്യത്ത്. ഗോവിച്ചടോ, നാളെ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ വേണ്ട സെറ്റപ്പ് എന്നാന്ന് വെച്ചാൽ ചെയ്തു. കുഴപ്പമില്ല സ്ലീവാച്ച, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അന്നത്തെ പ്രശ്നം കഴിഞ്ഞ പിന്നെ ഇതാടാ എന്റെ മുറി. ആ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ലേ? ഇല്ലെന്നേ, അയച്ചിട്ട് വലിയ പ്രശ്നമാണ്. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യം എങ്ങനെ? സ്ട്രോങ് അല്ലേ? വീട്ടിൽ പറഞ്ഞു? വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു. അമ്മച്ചി ഇച്ചിരി പേടിച്ചിരിക്കുക. അതിനകത്തിന് അമ്മച്ചി പേടിക്കണേ? നമ്മളൊക്കെ അല്ലേ ഇവിടെ. പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ. നാളെ ഇനി അവന്മാരുടെ നിന്ന് വീണ്ടും ഇടികൊള്ളുകൊണ്ട് വരുമെന്ന് എൻ്റെ പേടി. സ്ലീവാച്ചിന് ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉള്ളത് എൻ്റെ ഒരു സമ. സ്ലീവാച്ച, സ്ലീവാച്ച്. ഇടികൊള്ളോണ്ട് വരൂ. കുട്ടുസാ, നീ ചാടി കയറി പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ചേട്ടൻ ഒന്ന് പോട്ടെന്നു. ഇന്നലെ കിട്ടിയ എൻ്റെ ക്ഷീണം വരെ മാറിയിട്ടില്ല. ഞാൻ ഓർമ്മ കൊടുക്കുവാനായിട്ട് അടിപൊളി. ഞാൻ ചേട്ടൻ മുങ്ങോട്ടോ. കുട്ടിയച്ചാ, മുറ്റത്ത് നിൽക്കാതെ അവളെ കുട്ടി അകത്തോട്ട് കയറിയേ. എന്റെ പൊന്നെ വെച്ച് അവളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് എത്ര രൂപ ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അവളെ ഇങ്ങോട്ട് ഇറക്കോട്ട് കൊല്ലും ഞാൻ അവളെ. നിങ്ങൾ കൊല്ലുവോ വളർത്തുവോ എന്നാന്ന് വെച്ചാ ചെയ്. കുട്ടായി ഇങ്ങോട്ട് വരട്ടെ, നിങ്ങൾ അവനുമായിട്ടൊന്ന് സംസാരിക്കും. എന്റെ പൊന്നളിയാ, നിങ്ങളിങ്ങനെ പഴം പിടിക്ക് പറഞ്ഞിരിക്കാതെ അവനെ ഇങ്ങോട്ട് വിളിക്കേ, അല്ലെങ്കിൽ പറ. ഞങ്ങൾ എടാ ബേബി, ഒന്ന് സമാനപ്പെടാ. അവിടെ ഒരു പരിപാടി നടക്കുമല്ലേ? ഒരു കൊടി ഇത്ര കയറ്റിക്കൊണ്ട് വരുമ്പോ എന്നാ മുടക്കാവും? ഇതിന് ശരിക്കും മുടക്കം ഭയങ്കര കുറവാ. ഞാൻ പ്രധാനമായിട്ട് ചാണകം ഉപയോഗിക്കണേ. പിന്നെ അടിക്കാട് വെട്ടുമ്പോൾ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിന് വളമാവുന്നത്. അത് ശരിയാ. നടുപ്പ് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിപ്പോ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിന്റെ പുളി പറയാണ്ട് എന്തോരം വളം ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. pH കണ്ടന്റ് അറിഞ്ഞിരിക്കണം. പിന്നെ ഇടയ്ക്കിടക്കൊരു ഇച്ചിരി കക്കാൻ നീട്ടിച്ചിട്ട് കൊടുത്താൽ ബെസ്റ്റ്. പ്രിൻസിയെ സംബന്ധിച്ചിടത്തോളം പുതുമോടിയിലാണ് ശ്രീവാച്ചനി പുരസ്കാരമൊക്കെ ലഭിക്കുന്നത്. എന്ത് തോന്നുന്നു? അതൊക്കെ ഓരോരുത്തരുടെ പ്രയത്നവും അധ്വാനത്തിന്റെയും ഫലമല്ലേ. സന്തോഷമുണ്ട്. കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാച്ചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും. നേരാം ഭാവുകങ്ങൾ. നീ എല്ലാരും ചേർന്നോളൂ. എല്ലാരും കണ്ട് നോക്ക. സ്മൈൽ. കുട്ടിച്ചാ, ഞാൻ ഇവിടെ വരാനിരിക്കുന്നു. എന്നാലും ശ്രീവാച്ച, നീ എന്നോട് കാണിച്ച മകാ പോക്കത്തരും ആയിപ്പോട്ടോ. എൻ്റെ കൊച്ചു കൂടെ വന്ന് കയറിയ കാര്യം നിനക്കെങ്കിലോടൊന്ന് പറയായിരുന്നു. മകാ മോശമായിപ്പോടാ. ഞങ്ങളെല്ലാവരും അവളെ വിളിച്ചോണ്ട് പോകാൻ വന്നാ. അമ്മച്ചി, ആ പിള്ളേരെ കൊണ്ട് വിളിച്ച് കുടിച്ചു വന്ന്. എന്നത്തിന് പിള്ളേർക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ സമാധാനത്തോടെ നിങ്ങൾ ഇല്ല, വരത്തില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ. നീ കഴിഞ്ഞ ആഴ്ച എന്റെ തലത്തോട് സത്യം ചെയ്തല്ലേ ഇവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അതമ്മ എന്ന് വിഷം അടിക്കുന്നു പറഞ്ഞിട്ടല്ലേ. നീ അവളെ വിളിച്ചിറക്കടി. ദേ ബാബുവേ, ഇവിടെ ഗുണ്ടായസൊന്നും വേണ്ട. പിള്ളേർ വരുവാണെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ. എടാ സ്ലീവാച്ച, അത് പറയാം. നിനക്കെന്ത് യോഗ്യതരാ ഉള്ളത്? നീ നിന്റെ സ്വന്തം പെണ്ണുമ്പോളെ ഞങ്ങളുടെ ബലാത്സംഗം ചെയ്തല്ലേ? വീട്ടുമുറ്റത്ത് വന്ന് ഞങ്ങളുടെ ചെറുക്കനെ വേണ്ടാതീനെ പറഞ്ഞോണ്ടല്ലോ തെങ്ങ് മുടക്കാനെടുത്തടിക്കും ഞാൻ. അനേജി ചുമ്മാ എന്നത് കുടിച്ചു വന്നേ. ഡേഡി, നീ അങ്ങോട്ട് ചെല്ലേ ചെല്ലേ. നീ കൊണ്ടിരുന്നു.
നമുക്ക് സംസാരിക്കാതെ ചേച്ചി അത്തട്ടിരിക്കുക ചേച്ചി അത്തട്ടേ. കുട്ടിച്ചു, ഇവൾ എൻ്റെ കൂടെ പെങ്ങളല്ലേ. ഇവക്ക് മോശം ഒരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടിച്ചന് തോന്നുന്നുണ്ടോ? എന്നെ കുട്ടിച്ചൻ അങ്ങനെയാണോ കണ്ടേക്കണേ? എടാ, വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ടെണ്ണത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസിയും കൂടി വട്ടക്കൊട്ട വെള്ളം കോരുന്ന നീ കാണുന്നില്ല ദിവസവും. ഇവിടെ നിന്ന് പുറത്തു പോയി എൻ്റെ വീടൊന്ന് കര കയറുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ കടുങ്ക്. എൻ്റെ മാതാവ്, എൻ്റെ കൊച്ചിൻ്റെ ഭാവി പോയല്ലോ. എൻ്റെ കുട്ടിച്ച, ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട്. അതെനിക്ക് അറിയാവുന്നതാ. പിന്നെ ഇവൻ എൻ്റെ കൂട്ടുകാരനാണ്. ഇവന് ഞാനാ ഗ്യാരണ്ടി. പോരെ? കുട്ടിച്ച, ഒരു ചായ എടുത്ത് കുടിച്ചേ. ഒരു ചായ എടുത്ത് കുടിക്കുന്നു. ആ പുറത്ത് ഓഫീസർമാർക്കും ചായ കൊടുക്കുന്നു. നീ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഇവിടെ ഉള്ള ഇഷ്ടമുള്ളവരോട് ചോദിച്ചോട്ടെ, അതൊന്നും ഞാൻ കുഴപ്പമില്ല. എന്നാലും ഭാരതയ്ക്ക് എന്ത് ചെയ്യും? അത് ബാക്കിക്കുമല്ലേ. എനിക്ക് ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഇളയത് പറഞ്ഞ കൂടെ ഉണ്ട്. ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം. അല്ലേ ബെറ്റ്സി? നീയൊക്കെ എന്താണ് ചെയ്യുക? ഇനി നീ ഞങ്ങളോട് യാതൊരു ബന്ധവും ഇല്ല. പള്ളിക്കാരുടെ ഇടയിൽ നാട്ടുകാരുടെ അടുത്തും അപ്പം ചൈനമ്മ മീനെ നാട്ടിച്ചപ്പോൾ നമുക്ക് മതിയായില്ലേ? എൻ്റെ മക്കൾ സുഖമായിട്ട് ജീവിച്ചു. മോളെ, അവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കുക. കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചോളൂ. ഞാൻ കുറെ ആലോചിച്ചു. താൻ പറഞ്ഞത് ശരിയാ. നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എടുക്കണം. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കിയേക്കാം. ആ പിന്നെ അമ്മച്ചി ഇപ്പൊ ഇതൊന്നും അറിയണ്ട. അമ്മച്ചി, ഈ മഴ കുറേ ലക്ഷമില്ല കേട്ടോ. ധ്യാനത്തിന്റെ ആശ്വാസമല്ലേ, ഞാൻ കൊണ്ടുവിടാം. മോളെ ഒരുങ്ങ്, അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഇന്ന് പര്യവസാനിക്കുക. ഇത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ചേർന്നെന്ന് പറയാമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുണ്ട്. നമ്മുടെ പ്രിയ ശ്രീവാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീവാച്ച, ഒന്ന് എണീറ്റ് നിന്നേ. ശ്രീവാച്ചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ.
കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാച്ചനെ നാം കാണുന്നുണ്ട്. അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി. അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാച്ചൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരഘോഷങ്ങളോടുകൂടി പ്രിയ ശ്രീവാച്ചന് അനുമോദനങ്ങൾ അർപ്പിക്കും. ഞാനേ ആ നേരത്തെ കഴിഞ്ഞ പരിപാടി നോക്കട്ടെ. അമ്മച്ചേക്ക് വിളിച്ചോ, ഞാൻ അവിടെ ഉണ്ടോ? മോള് നാളെ പോവല്ലേ? കുട്ടായി എന്നോട് പറഞ്ഞു. അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. അമ്മച്ചി, ഇച്ചാൻ എന്താ ഇത്ര നാളെ കല്യാണം കഴിക്കാണ്ടിരുന്നു? എൻ്റെ പൊന്നു മോളെ, അവന് കല്യാണപ്രായം ആയപ്പോൾ തൊട്ട് പെണ്ണാലോചിക്കുന്നതാ. ഒരുപാട് ആലോചനകളും വന്നു. ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല. അവന് പെണ്ണെന്ന് പറഞ്ഞാൽ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി. ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അത് മോളെയാ. പോയി കിടക്ക്. ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറവുള്ള 7 ലക്ഷം ടൺ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പരിശ്രമം നിർബന്ധമായിട്ടും ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ ജീവിതം ഒന്നേ ഉള്ളൂ മോള്. നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത്. തെറ്റുകുറ്റമില്ലാത്ത ആരാ ഉള്ളേ? മോളെടുത്തുകാട് തീരുമാനം ഒന്നും എടുക്കരുത്. ആ ഫുട്ബോളിങ് എടുത്തു. ഞാൻ വന്നൊരു കോതങ്കലത്ത് കാണിച്ചാൽ കിട്ടുമോ നോക്കാം. ഓ, രണ്ടുപേരും പോയിട്ട് പെട്ടെന്ന് വരണം. അമ്മച്ചി പ്രാർത്ഥിക്കാം. ശരി അമ്മച്ചി. അമ്മച്ചി പോലെ അമ്മച്ചി ഒറ്റയ്ക്കാക്കരുത്. അപ്പൊ ശരി, പോയിട്ട് വരാം. എന്നാ ആലോചിക്കണേ? ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇച്ചിരി ടെൻഷനുള്ള വിഷയാ. എന്താ? ഞാനിപ്പോ റിൻസിയെ വീട്ടിലാക്കാൻ വരുവാണല്ലോ. അപ്പൊ എന്നായാലും വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം. അതാണ് എൻ്റെ ഒരു മര്യാദ. പക്ഷെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു വിഷമം ഉണ്ടാവെന്ന് പറയുമ്പോൾ
മനസ്സിനാണൊരു ബുദ്ധിമുട്ട്. താനപ്പോ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി. എന്ത്? ഞാൻ ഒരു തരികട പാർട്ടിയാ, എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞു. എന്നെ മോശമാക്കി സംസാരിച്ചു മതി. ഇതിപ്പോൾ ഞാൻ പറയുന്ന നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യവും പറച്ചിലാവും. ഓ, അതൊക്കെ ഭയങ്കര വിഷയമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലേ? യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ബ്ലോക്കായിരുന്നു. വണ്ടിക്കകത്തിരുന്ന് പഴുത്തുപോയി. അത് ഈ പെരുന്നാളിന്റെ തിക്കും തിരക്കും. ബാ, എന്തൊക്കെയുണ്ട് റിൻസി? വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ. അവാർഡ് കിട്ടിയ കാര്യം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചിയെ കാണുന്നില്ലേ? പിന്നെ അമ്മച്ചിയെ കാണാം. ഓ എനിക്കധികം പോസ്റ്റ് തരില്ലേ, പെട്ടെന്ന് കൂടെ എത്തണം, അറിയാലോ. അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി ഇപ്പോ കാലിന്? നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുമായിരുന്നു. എന്താ താമസിച്ചേ? പള്ളി കയറിയോ? ഇല്ല അമ്മച്ചി, സമയം കിട്ടാൻ അമ്മച്ചി. എനിക്ക് ഇന്നലെ അങ്ങ് തിരിച്ചു പോകണം. എനിക്കൊരു അവാർഡ് കിട്ടിയത് അമ്മച്ചി അറിഞ്ഞായിരുന്നോ? അതിനൊന്ന് ഡൽഹി വരെ പോണം. അപ്പൊ ആ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടി. മോനെ പറയുന്നേ, കല്യാണം കഴിഞ്ഞ് ആദ്യമായി പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോവാനോ? അത് പറ്റില്ല. എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി. പറ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അമ്മച്ചി സുഖായിരിക്കുന്നു? പിള്ളേരെല്ലാം നിർബന്ധിച്ചുകൊണ്ടിരിക്കുക റിൻസാൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ്. അച്ചായൻ തിരക്കായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. നിനക്ക് അവിടെ എങ്ങനെയുണ്ടോടി? നല്ല സുഖാൻറ്റി, ഒരു കുഴപ്പമില്ല. അമ്മച്ചി നല്ല സ്നേഹ. പിന്നെ അന്നേച്ചി, ടീന, സുരേഷ് ഗോപി ഒക്കെ ഉണ്ട്. സുരേഷ് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചേട്ടൻ്റെ മോനാ. സ്ലീവാച്ചന്റെ ബ്രാൻഡ് ഏതാ? ഓ, അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല, എല്ലാം അടിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒഴിക്കണ്ടോ, ഞാൻ ചവിടിയേക്കുവാ. പെരുന്നാളായിട്ട് സ്ലീവാച്ചന്റെ കൂടെ അടിക്കാൻ വെച്ച് വന്നായിരുന്നു, അപ്പൊ അത് പോയി. അത് ശരി. അപ്പൊ അടിങ്ങത്തിട്ട് എത്ര ആളായി? കൃത്യമായിട്ട് പറഞ്ഞ കെട്ട് കഴിഞ്ഞപ്പോ അങ്ങ് നിർത്തി. റിൻസി, നീ അവിടെ ചെന്ന് സ്ലീവാച്ചനാക്കി അടിമുടി മാറ്റിയെടുത്തല്ലോ. കൂർക്കയും പോർക്കും ഇത് റിൻസിമോടെ സ്പെഷ്യലാ. നീ ഇത് അവിടെ ചെന്ന് പരീക്ഷിച്ചായിരുന്നോ ഡി? അതെന്നറിയോ, ഈ ധ്യാനമൊക്കെ ആയിരുന്നോണ്ടേ റിൻസിക്ക് സമയം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഇനിയെങ്കിലും പരീക്ഷിക്കാലോ. അമ്മച്ചി ഇന്നിനി ഇവിടെ നിന്ന് വരവ് നടക്കത്തില്ല. ഇവിടുത്തെ അമ്മച്ചി വിട്ടില്ലെന്ന്. അവിടെ അനച്ചില്ലേ? ഞാൻ രാവിലെ തന്നെ എത്തിയോളാം. ശരി. അതൊക്കെ പിന്നെ ചെയ്യാം. നീ അങ്ങോട്ട് ചെല്ലേ. മോനവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ശരി അമ്മച്ചി. കിടന്നില്ലായിരുന്നു? ഇല്ല. എനിക്ക് മുറി മാറി കിടന്നിട്ടാണോന്ന് അറിയില്ല, ഉറക്കം പറ്റില്ല. കുറച്ച് വെള്ളം എടുത്തരോ? ഈ പടമൊക്കെ റിൻസി വരച്ചാലേ? അതെ. അപ്പൊ കലാകാരിയാണ്. ഈ പടം എനിക്ക് മനസ്സിലായില്ല, ഇതെല്ലാത്തിന്റെ? അത് ഞാൻ വരച്ചല്ല, പിക്കാസോന്റെയാ. പിക്കാസോ? പിക്കാസോ വലിയ ആർട്ടിസ്റ്റാ. എവിടുത്തായിരുന്നു? മലാക്ക, സ്പെയിൻ. ഫോറൻ പാർട്ടിയല്ലേ? എനിക്ക് കലാകാരന്മാരൊക്കെ എല്ലാം ഇഷ്ടമെന്നറിയും. പടം വരയ്ക്കുന്നവരെ, പാട്ട് പാടുന്നവരെ,
ഭയങ്കര കഴിവാന്ന്. ഈ ദാസേട്ടൊക്കെ എന്നെ ഒരു ഒച്ചയാളി. പിന്നെ അപ്പൊ ഇനി എന്നെ റിൻസിയുടെ ഭാവി പരിപാടി എന്നേലും പഠിക്കാൻ പോകണ്ടോ അതോ എന്നേലും ജോലിക്ക് പോകണ്ടോ? എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ വെള്ളോട് വെച്ചേക്കാവോ? എന്താ പിന്നെ ഞാൻ കിടക്കട്ടെ, വെളുപ്പിനങ്ങ് പോകണല്ലേ. അപ്പൊ ശരി, ഇനിയിപ്പോ വെളുപ്പിന് യാത്ര പറയാൻ പറ്റിയില്ലെങ്കിലോ? ഈ മുറിയിൽ ഭയങ്കര ചൂടാ. വാതിലോർന്ന് നടന്നോട്ടെ, കുറച്ച് കാറ്റ് കയറുമല്ലോ. എന്നാ ശരി. ശരിക്കും തീരുമാനിച്ചു ഉറപ്പിച്ചോ? എന്നെ വെച്ച് നമ്മൾ പിരിയാണോ? അങ്ങനല്ലേ? അങ്ങനെയാണോ? പ്രിൻസി അല്ലേ പറഞ്ഞ എന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതെന്ന്. ഞാനൊന്നോട്ട് കംഫർട്ടല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പോ ഞാൻ ഓക്കെയാണ്. ഇച്ചാനോ? വന്ന് ഞാൻ സത്യം പറയട്ടെ, എനിക്ക് പിരീഡിനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന്. എനിക്കെന്നെ ഇഷ്ടമാണെന്നറിയോ റിൻസിനെ. റിൻസിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിയിട്ടാ റിൻസി പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്ത്. ഇപ്പം വീട്ടിൽ കൊണ്ടാക്കിയത് പോലും റിൻസിക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടാ. എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് റിൻസിക്ക് എന്നെ കാണുന്ന പോലും ദേഷ്യമെന്ന. ഇതൊക്കെ ഒന്നും തുറന്നു പറയാൻ പറ്റണ്ടേ? ഇപ്പൊ ഉണ്ടല്ലോ സംഗീതം എന്നടക്കം ഇറങ്ങിയപ്പോ ഒരു സുഖല്ലേ. ഹലോ ഹലോ ഡി, ഞാനെന്ന് എവിടെ കിടക്കണേ? ഞാൻ ട്രിൻസിനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് ഈ പ്രേമവും പ്രണയവും ഒക്കെ എന്നു ഒരു പിടുത്തമില്ലായിരുന്നു.
പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവും.